ഏതൊരു മീറ്റിങ്ങിൻ്റെയും പിന്നിലെ ജയം എന്ന് പറയുന്നത് ആ മീറ്റിങ്ങിനകത്ത് വെളിപ്പെട്ട് വരുന്ന ദൈവ സാന്നിധ്യം തന്നെയാണ്. പരിശുദ്ധാത്മാവ് ഒരു യോഗത്തിൽ ഇറങ്ങി വരുമ്പോഴാണ് ആ മീറ്റിംഗ് ജയിച്ചു എന്ന് നാം അവകാശപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ മറ്റേതിനേക്കാളപ്പുറം ദൈവ സാന്നിധ്യത്തിൻ്റെ ശക്തി ഈ പകലത്തെ മീറ്റിങ്ങിൽ കർത്താവ് പകരട്ടെ. നമ്മളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ഒരു നല്ല പകലായി മാറട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഒരു ദൈവസഭ ഒരു ആത്മീയ യോഗം സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ രണ്ട് ജയങ്ങൾ അല്ലെങ്കിൽ രണ്ട് വിജയങ്ങളാണുള്ളത്. ഒന്നാമത്തെ ജയത്തിന് ഞാൻ വിളിക്കുന്ന പേര് പ്രഥമ ജയം എന്നാണ്. ഒന്ന് പറയാവോ? പ്രഥമ ജയം ഒന്ന് പറയാവോ? രണ്ടാമത്തെ ജയത്തിന് ഞാൻ വിളിക്കുന്ന പേര് പ്രധാന ജയം എന്നാണ്. എന്ന് പറയാവോ? പ്രഥമ ജയം എന്ന് പറഞ്ഞാൽ ജനം കൂടുന്നതാണ്. പ്രഥമ ജയം എന്ന് പറഞ്ഞാൽ നല്ല മൈക്ക് സെറ്റ് ആണ്. പ്രഥമ ജയം എന്ന് പറഞ്ഞാൽ ഒരുക്കിയിരിക്കുന്ന വലിയ പന്തലുകളാണ്. അപ്പൊ നമ്മൾ പറയും ആ കൺവെൻഷൻ എന്നാ ബ്ലെസ്സിങ് ആയിരുന്നു. അതെന്താ? 1000 പേര് വന്നു. 1000 പേര് വരിക എന്നുള്ളത് ഒരു പ്രഥമ ജയമാണ്. അല്ലെങ്കിൽ 1000 പേരെ കൊണ്ടുവരാൻ പാകത്തിൽ ആ കമ്മിറ്റി മെമ്പേഴ്സ് ഒത്തിരി അധ്വാനം ചെയ്തു, നോട്ടീസൊക്കെ അടിച്ചു, വീടാന്തരം കയറി ഇറങ്ങി വിളിച്ചു. എങ്ങനെയോ 1000 പേര് ആ മീറ്റിങ്ങിൽ വന്നു. അതൊരു പ്രഥമ ജയം തന്നെയാണ്. പക്ഷെ ആ മീറ്റിങ്ങിന് രണ്ടാമത്തൊരു ജയമുണ്ട്. അതാണ് പ്രധാന ജയം എന്ന് പറയുന്നത്. ഞാൻ ആവർത്തിക്കാം, പ്രഥമ ജയം എന്ന് പറഞ്ഞാൽ ജനം കൂടുന്നതാണെങ്കിൽ, പ്രധാന ജയം ജനം കൂടുന്നത് മാത്രമല്ല, ആ മീറ്റിങ്ങിൽ 2 പേരെ വന്നോളെങ്കിലും അവരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതിനെയാണ് പ്രധാന ജയം എന്ന് പറയുന്നത്. അങ്ങനാണെങ്കിൽ ഇന്ന് പകലത്തെ മീറ്റിങ്ങിനകത്ത് പ്രഥമ ജയങ്ങളെക്കാൾ കവിയുന്ന ഒരു പ്രധാന ജയം ദൈവം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തട്ടെ. വന്നവരോടൊക്കെ ദൈവം സംസാരിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആദ്യമായിട്ടാണ് നമ്മൾ മുഖതാരിൽ കാണുന്നത്. അതുകൊണ്ട് ഒരു വാക്കിൽ പരിചയപ്പെടേണ്ട ആവശ്യകത വളരെ വലുതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആശങ്ക തോന്നാൻ സാധ്യതയുണ്ട്. ഇതാരാ, ഇതെവിടെ നിന്ന് വന്നു, ഇതെന്നാ പരിപാടി, എന്നാ ഓൾഡ് ജനറേഷൻ ആണോ ന്യൂ ജനറേഷൻ ആണോ, അങ്ങനെയൊക്കെ തോന്നാൻ സാധ്യതയുള്ളത് കൊണ്ട് ഒരു വാക്കിലൊന്ന് പരിചയപ്പെട്ടിട്ട് ആത്മീയ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും ഉത്തമമെന്ന് എനിക്കും തോന്നുന്നു. ബഹുമാനി ദാസൻ തൻ്റെ ആമുഖ സന്ദേശത്തിൽ പറഞ്ഞതുപോലെ എൻ്റെ പേര് അഭിമന്യു അർജുനൻ എന്നാണ്. ഒരു ഹൈന്ദവ നായർ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെടുവാനുള്ളൊരു സാഹചര്യം, സാവകാശം എനിക്ക് ലഭ്യമായി. പക്ഷേ ഇന്നേക്ക് 25 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ കുടുംബമായി കണ്ടു, വിളിച്ചു, വേർതിരിച്ചു. സ്ഥിരമായൊരു പാറമേൽ ദൈവാത്മാവ് ഞങ്ങളെ ഉറപ്പിച്ചു. അന്നു മുതൽ ഇന്ന് വരെ യേശു ഞങ്ങൾക്കൊരു നല്ല പിതാവായി, ഒരു നല്ല മാതാവായി, ഒരു നല്ല സഖിയായി, ജീവിതത്തിൻ്റെ പാതകളിൽ ഓരങ്ങൾ തെറ്റിപ്പോകേണ്ട 100 കണക്കിന് സന്ദർഭങ്ങൾക്കകത്ത് കർത്താവ് തൻ്റെ വലത് കരം പിടിച്ച് ഈ ക്രിസ്തീയ ജീവിതത്തിൽ ഞങ്ങളെയും നടത്തുന്നു എന്ന് പറയുന്നതിൽ ഒത്തിരി സന്തോഷവും അതിലേറെ അഭിമാനവുമുണ്ട്. തമ്പുരാന്റെ കൃപയാൽ അറിഞ്ഞ സത്യത്തെ 14-ാമത്തെ വയസ്സ് മുതൽ പ്രസംഗിച്ചു തുടങ്ങാൻ ഒരു ഭാഗ്യം കർത്താവ് എനിക്ക് നൽകി. ദൈവകൃപയാൽ ഈ അറിഞ്ഞ സത്യത്തെ കഴിഞ്ഞ 19 വർഷങ്ങളായി 20 വർഷങ്ങളായി പ്രസംഗിക്കാൻ കൂടെ ഒരു വലിയ ഭാഗ്യം കർത്താവ് എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അങ്ങനെ കൊച്ചു കണക്ക് പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങളെൻ്റെ വയസ്സൊന്നും ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ മെനക്കെടരുത്. അതിനുള്ള സമയവും നമുക്കില്ല. 34-ാമത്തെ വയസ്സിലാണ് ഞാൻ യേശുവിനെ പ്രസംഗിക്കുന്നത്. ഈ പ്രായത്തിലും കർത്താവിനെ പ്രസംഗിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനൊരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്. കോഴ്സ് കഴിയുന്നതിനേക്കാൾ മുമ്പ് നല്ല ജോലി, നല്ല വരുമാനം, അതോടൊപ്പമുള്ള എൻ്റെ പഠനം, എൻ്റെ ചിന്ത, എൻ്റെ ലൈഫ് സെക്യൂർഡായി എന്നാണ്. കാരണം കോഴ്സ് കഴിയുന്നതിനേക്കാൾ മുമ്പ് നല്ല ജോലി എനിക്ക് കിട്ടിയെങ്കിൽ ഉറപ്പാണ് കോഴ്സ് കഴിയുമ്പോൾ ഇതിനേക്കാൾ നല്ലൊരു ഓപ്ഷൻ ദൈവം എനിക്ക് തരും, എൻ്റെ ലൈഫ് സെക്യൂർഡായി എന്ന് ഞാൻ ചിന്തിച്ചു പോകുന്ന 1 വർഷ കാലഘട്ടങ്ങൾ. പഠനം കഴിയുന്നു, വീണ്ടും ഞാൻ 1 വർഷം ജോലിയുടെ ബന്ധത്തിൽ തുടരുകയാണ്. ആ സമയങ്ങൾ കർത്താവിനോട് സംസാരിച്ച ഒരു വിശേഷാൽ നിയോഗത്തിൻ്റെ പുറത്ത് ഒരു പൂർണ്ണ സമയ സുവിശേഷ വേലക്കാരനായി എൻ്റെ ശരീരവും മനസ്സും ഞാൻ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുകയായിരുന്നു. അങ്ങനെ ചിന്ത എൻ്റെ മനസ്സിലേക്ക് കിട്ടിയപ്പോൾ ഞാൻ ആദ്യം അത് ഷെയർ ചെയ്തത് എൻ്റെ കുടുംബ പ്രാർത്ഥനയിലാണ്. എൻ്റെ അപ്പനും അമ്മയും ഇരിക്കുന്ന കുടുംബ പ്രാർത്ഥനയിൽ ആദ്യമായി ഞാൻ അവരോട് പറഞ്ഞു, നാളെ മുതൽ ഞാൻ ജോലിക്ക് പോവുകയല്ല. വീട്ടിൽ ഞങ്ങൾ 2 മക്കളാണ്, ഞാനും എൻ്റെ സഹോദരിയും. അപ്പോൾ വീട്ടിനകത്തൊരു മകൻ എന്ന് പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഒരു മകൻ ഇനി സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു വീട്ടുകാർ എങ്ങനെ പ്രതികരിക്കും എന്നെൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ ചിന്ത എൻ്റെ അപ്പൻ എന്നോട് പറയുമായിരിക്കും, എടാ നിന്നെപ്പോലെ മണ്ടൻ ആരുമില്ല, നിനക്കാവുന്ന കാലത്ത് 10 രൂപ സമ്പാദിക്കാൻ പാടില്ലേ എന്ന് പറയുമെന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ എൻ്റെ ചിന്തകൾക്കും വിപരീതമായി ഞാനിത് പറഞ്ഞു നിർത്തിയ മാത്രയിൽ തന്നെ എൻ്റെ അപ്പനും അമ്മയും മുട്ടിന്മേൽ എഴുന്നേറ്റ് നിന്ന് അവരുടെ 2 കരവും എടുത്ത് എൻ്റെ ശിരസിന്മേൽ വെച്ചിട്ട് പറഞ്ഞു, കർത്താവേ, ഇവൻ പറഞ്ഞതുപോലെ ഇവനെ ഞങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ രാജ്യത്തിൻ്റെ വേലക്കാരനായി അഭിഷേകം ചെയ്യുക. ഞാൻ എപ്പോഴും
എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, ഒരു പാസ്റ്ററിന്റെ കരം എൻ്റെ മേൽ വന്നതിനേക്കാൾ മുമ്പ്, ഒരു സെൻട്രൽ പാസ്റ്ററിന്റെ കരം എൻ്റെ മേൽ വന്നതിനേക്കാൾ മുമ്പ് പ്രാർത്ഥിക്കുന്ന ഒരു പിതാവിൻ്റെയും മാതാവിൻ്റെയും കൈവെപ്പിൻ്റെ അനുഗ്രഹമാണ് കഴിഞ്ഞ ദീർഘനാളുകളായി എൻ്റെ ശുശ്രൂഷകൾക്കകത്ത് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തിരിക്കുന്ന മാതാപിതാക്കന്മാരെ നോക്കി ഒരു തുടക്ക സന്ദേശം എനിക്ക് പറയാനുണ്ട്. മറ്റാര് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നതിനേക്കാളും അപ്പുറം പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കരം അവരുടെ ശിരസിനകത്തുണ്ടെങ്കിൽ ലോകത്തിന്റെ ഒരു ശക്തിക്കും അവരെ തൊടാൻ കഴിയില്ല. ലോകത്തിന്റെ ഒരു സ്വാധീനത്തിനും അവരെ തൊടാൻ കഴിയില്ല. ഒരു കാര്യം എനിക്ക് വളരെ ഉറപ്പാണ്. ആമേൻ. നിങ്ങൾക്ക് പോകാൻ പറ്റാത്ത മണ്ണുകളുണ്ടല്ലോ പ്രിയരെ, നിങ്ങൾക്ക് കാലെടുത്ത് വെക്കാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടല്ലോ. ആമേൻ. നിങ്ങൾക്ക് പോകാൻ പറ്റാത്ത മണ്ണുകളിലും നിങ്ങൾക്ക് കാലെടുത്ത് വെക്കാൻ പറ്റാത്ത നാടുകളിലും നിങ്ങൾക്ക് അവകാശം കിട്ടാത്ത സ്ഥലങ്ങളിലും നിങ്ങളുടെ തലമുറ നാളെ അതിനെ ഒതുക്കിക്കൊണ്ടുവരുന്നൊരു സമയമുണ്ട്. ഒരു കാര്യം ഞാൻ ആവർത്തിച്ചു പറയുന്നു, നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത വാഗ്ദത്തങ്ങളെ നിങ്ങളുടെ തലമുറയിലൂടെ ചെയ്യുന്നൊരു സർവശക്തനായ ദൈവമുണ്ട്. നാളുകളിൽ ഇതര പട്ടണങ്ങളിലോ രാജ്യങ്ങളിലോ നമ്മുടെ തലമുറകളെ ദൈവം അഭിഷേകം ചെയ്താക്കി വെക്കുമ്പോൾ ആ പട്ടണത്തിന്റെ ഒരു കൾച്ചറും അവരെ കയറി പിടിക്കാതെ വണ്ണം പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കരം എല്ലാ നാളും അവരുടെ ശിരസിനകത്തുണ്ടായിരിക്കട്ടെ. 2019 ഫെബ്രുവരി മാസമാണ് ഞാൻ ബൈബിൾ സെമിനാരിൽ നിന്ന് പുറത്തു വരുന്നത്. കൊച്ചുപ്രായം മുതൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളിൽ ഒരു പ്രാർത്ഥനാ വിഷയമാണ്, കർത്താവേ നീ എന്നെ ഏത് ശുശ്രൂഷ ഏൽപ്പിച്ചാലും എനിക്കുള്ള കൃപയ്ക്കൊത്തവണ്ണം ഞാൻ അത് ചെയ്യാം. അങ്ങനെ ഇന്ന ശുശ്രൂഷയൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ആരോ വിളിച്ചിട്ട് ചോദിച്ചു, വീട്ടു പ്രാർത്ഥനയ്ക്ക് വരുമോ, കോട്ടേജ് മീറ്റിങ്ങിന് വരുമോ എന്ന്. സ്തോത്രം. പോകാത്തവരുണ്ടായിരിക്കും, എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് ദൈവം തന്ന കൃപയ്ക്കും സാഹചര്യത്തിനും ഒത്തവണ്ണം ഏത് യോഗത്തിൽ പോകാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അത് ഈ പറയുന്ന കണക്ക് കോട്ടേജ് മീറ്റിങ്ങോ ഉപവാസ പ്രാർത്ഥനയോ കൺവെൻഷനോ ക്രൂസൈഡോ യൂത്ത് മീറ്റിങ്ങോ സഹോദരിമാരുടെ മീറ്റിങ്ങോ സഹോദരന്മാരുടെ മീറ്റിങ്ങോ ഏത് മീറ്റിംഗ്. സഹോദരന്മാർക്ക് മീറ്റിംഗ് ഇല്ലല്ലേ? ഇനി നാളെ അങ്ങാണ് ഉണ്ടായാൽ, അങ്ങനെ ഉണ്ടാവില്ല, അതിനേക്കാൾ മുമ്പ് കർത്താവ് വരും. സ്തോത്രം. ഇനി അങ്ങാണ് സഹോദരന്മാർക്കും കൂടെ ഒരു യോഗം ഉണ്ടായാലും ഏത് മീറ്റിങ്ങിനകത്തും യേശുവിനെ പ്രസംഗിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഒരിക്കലും ഒരു ചർച്ചിന്റെ പാസ്റ്ററായിട്ട് എന്നെ അഭിഷേകം ചെയ്യല്ലേ എന്ന് ഞാൻ കൊച്ചുപ്രായം മുതൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വിഷയമാണ്. കാരണം ഇന്നും ആത്മീയ ശുശ്രൂഷകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഗൗരവമായി കാണുന്ന ആത്മീയ ശുശ്രൂഷകൾ ഒന്നാണ് ഇടയ ശുശ്രൂഷ എന്നുള്ളത്, പാസ്റ്റർ മിനിസ്ട്രി എന്നുള്ളത്. അത് മാത്രമല്ല, ദൈവം കൊടുക്കുന്ന 5 കിരീടങ്ങൾ, 7 കിരീടങ്ങൾ, 12 കിരീടങ്ങൾ, അതിനകത്ത് ഒരു കിരീടം ആർക്കുള്ളതാണെന്നറിയാമോ? പാസ്റ്റർമാർക്ക് വേണ്ടി മാത്രമുള്ള കിരീടമാണ്. കണ്ടോ, ഞാനത് പറഞ്ഞപ്പോൾ മുഖത്തിനകത്തോട് ഒരു അസൂയൊക്കെ അങ്ങ് മാറി മറിഞ്ഞു പോയി. നിങ്ങൾക്ക് മാത്രം കിരീടം ഉണ്ടോ എന്ന്. ആ മാമേ, നമുക്ക് മാത്രം കിരീടമുണ്ട്. അതെന്താ പാസ്റ്റർ, നിങ്ങൾക്ക് മാത്രം ഒരു കിരീടം? അമ്മാതിരി സഹിക്കുന്നുണ്ട്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. അച്ഛാ, ഒരു സഭയിൽ 10 ആടുണ്ടെങ്കിൽ 10 എണ്ണത്തിന് 10 സ്വഭാവമാണ്. ഇതിനൊക്കെ മേയ്ക്കുന്നതിൽ എൻ്റെ അഭിപ്രായം ഒരു കിരീടം തന്നാൽ പോരെന്ന. സ്തോത്രം. ഇന്നൊക്കെ കുറെ നാളുകൾക്ക് മുമ്പാന്നേ തിരുവല്ല പട്ടണത്തിൽ നിന്ന് ഒരു മമ്മി എന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു. എന്നിട്ട് ആ മമ്മി എന്നോട് പറഞ്ഞു, മക്കളെ 2 കുഞ്ഞുങ്ങളുണ്ട്, പ്രാർത്ഥിക്കാവോ? ഞാൻ ചോദിച്ചു, പ്രാർത്ഥനാ വിഷയം കൂടെ പറയാമോ? എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെയും കേൾക്കാത്തൊരു പ്രാർത്ഥനാ വിഷയം. ആ മമ്മി പറയാണേ, ഞായറാഴ്ചയും കൂടെ സ്കൂൾ ഉണ്ടാകാൻ പ്രാർത്ഥിക്കാവോ എന്ന്. സ്തോത്രം. ഞാൻ ചോദിച്ചു, അതെന്നാ പ്രാർത്ഥനാ വിഷയം? എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ആ മമ്മി എന്നോട് പറയാണേ, പാസ്റ്ററെ 2 പിള്ളേരാ വീട്ടിലുള്ള, 2 ഉള്ളൂ. ഇനി ആ മമ്മി പറഞ്ഞൊരു പദം നല്ല ഭാഷയൊന്നും അല്ല, ഒരു പൊതുവേദി പറയാൻ കൊള്ളാവുന്ന വാക്കൊന്നുമല്ല, എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ആ പദം അങ്ങനെ തന്നെ പറയാം. പാസ്റ്ററെ, ഞാഞ്ഞൂല് പോലത്തെ 2 വീട്ടിലുണ്ട്. സ്തോത്രം. ഞായറാഴ്ച ഒറ്റ ദിവസമാണ് ഇവറ്റകൾക്ക് അവധി കിട്ടുന്നത്. വീട് തിരിച്ചു വെക്കുന്നില്ലെന്നേ ഉള്ളൂ. അന്നും കൂടെ സ്കൂൾ ഉണ്ടാക്കാൻ പ്രാർത്ഥിക്കാവോ? പെട്ടെന്ന് ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. ഞായറാഴ്ച ഞാഞ്ഞൂല് പോലത്തെ 2 പിള്ളേരെ മേയ്ക്കാൻ ഈ മമ്മിക്ക് ഇത്രയും പെടാപ്പാടാണെങ്കിൽ 50 പേരുള്ള ഒരു വിശ്വാസിയുടെ പാസ്റ്റിന്റെ ഗതികേട് ഞായറാഴ്ച എന്നായിരിക്കും വെച്ചാൽ. സ്തോത്രം. ഞാൻ ദൈവത്തോട് പറഞ്ഞ, കർത്താവേ അത് മാത്രം ഏൽപ്പിക്കല്ലേ, വേറെ എന്നെ ഏൽപ്പിച്ചാലും ചെയ്യാം. സ്തോത്രം. പക്ഷെ എന്തുവാണോ പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥന ദൈവം കേട്ടില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഒരു വിളി കർത്താവ് നൽകി. ആകെയാൽ ഞാൻ താമസിക്കുന്ന സ്ഥലം കൊട്ടാരക്കരയിൽ നിന്ന് ഒരു 9 കിലോമീറ്ററുകൾ മാറി ഓടനാവട്ടം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും. അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത് കുടുംബമായിട്ട്. എന്നാൽ അവിടുന്ന് 18 കിലോമീറ്ററുകൾ മാറി മറ്റൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന്റെ പേര് ചക്കുവരയ്ക്കൽ എന്നാണ്. ഈ ചക്കുവരയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്തിൽ ആദ്യമായിട്ട് ഞാൻ സഭാ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഭാരം എന്ന് പറയുന്നത്, എനിക്ക് ഇവിടെ ഇരുന്ന് ആരാധിക്കാൻ ഒരു വാടക വീടെങ്കിലും കിട്ടുമോ ഇല്ലേ. ഒരു വീടിന്റെ ചായ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു കൊട്ടാരക്കരക്കാരനാകുന്നുണ്ട്, ആ ഭാഷയിൽ എനിക്ക് പറയാൻ അറിയാൻ പാടുള്ളൂ. ഒരു വീടിന്റെ സൈഡ് ഭാഗമെങ്കിലും കിട്ടുമെന്നായിരുന്നു എൻ്റെ മനസ്സിന്റെ ആശങ്ക. പക്ഷെ ദൈവകൃപയാൽ ഈ ചക്കുവരയ്ക്കൽ എന്ന് പറയുന്ന ദേശത്ത് ഞാൻ കാലെടുത്ത് വെച്ചപ്പോൾ ആദ്യം ദൈവം എനിക്ക് ആരാധനയ്ക്ക് തുറന്ന ഹോൾ എന്ന് പറയുന്നത് 100 പേർക്ക് ഇരിക്കാവുന്നൊരു ഹോളാണ്. സ്തോത്രം. അത് പറഞ്ഞിട്ട് സന്തോഷമില്ലാത്തവർക്ക് വേണ്ടി സന്തോഷത്തിന് ഞാനൊരു കാര്യം പറയാം, അതിന് വാടക കൊടുക്കണ്ട. സ്തോത്രം. എന്നിട്ട് സന്തോഷമില്ലാത്തവർക്ക് വേണ്ടി സന്തോഷത്തിന് ഒരു കാര്യം കൂടെ പറയാം, കറണ്ട് ബില്ലും കൊടുക്കണ്ട. സ്തോത്രം. സത്യത്തിൽ ആ നാട്ടിൽ അങ്ങനെ ഒറ്റ ഹോളേ ഉള്ളൂ. അത് ദൈവം ആരാധനയ്ക്ക് വേണ്ടി തുറന്നു. കഴിഞ്ഞ ദീർഘനാളുകളെ ഞങ്ങൾ അവിടെ ആരാധിക്കുന്നത്.
എന്നാൽ റീസെന്റ് ഒരു 8 മാസങ്ങൾക്ക് മുമ്പ് ആ ദേശത്തിനകത്ത് ഒരു 12 സെന്റ് സ്ഥലം കർത്താവ് ഞങ്ങൾക്ക് നൽകി. അവിടെ ഒരു നല്ല മനോഹരമായ ഹോള് ഞങ്ങൾ പണിതു, അവിടെ ആരാധിക്കുന്നത്. അപ്പോൾ ഈ ഹാളിനകത്ത് ഞാൻ 30 കസേര ഇട്ട് തുടങ്ങിയ ഒരു യോഗമാ. ഏതാ ഈ 100 പേർക്ക് ഇരിക്കാവുന്ന ഈ ഹാളിനകത്ത് ഞാൻ 30 കസേര ഇട്ട് തുടങ്ങിയൊരു യോഗമാ. ആദ്യത്തെ സഭായോഗം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. 30 കസേര നോക്കി ഞാൻ പാട്ട് പാടുക. എന്നെ അറിയാവുന്ന കൂട്ടുകാർ എപ്പോഴും എന്നോട് പറയൂ, അഭിമന്യു പാസ്റ്റർ നീ എത്ര നേരം വേണേലും പ്രസംഗിച്ചോ, നമ്മൾ ഇരുന്ന് കേട്ടോളാം, പക്ഷെ നീ പാട്ട് മാത്രം പാടില്ലേ എന്ന. അമ്മാതിരി കൃപ എനിക്ക് പാടാൻ, സ്തോത്രം. പക്ഷെ ഇത് പാടാതിരിക്കാൻ പറ്റത്തില്ല. ഞാനും 30 കസേരയുള്ളൂ, വേറെ ആര് പാടാനാ? ഞാൻ തന്നെ പാട്ട് പാടി. പിന്നെ കസേരയ്ക്ക് ജീവനില്ലാത്തതുകൊണ്ട് ഒരു പരാതി എന്നോട് തിരിച്ചു പറഞ്ഞില്ല. എല്ലാ കസേരകളും ഇരുന്ന് കേട്ടു. നിങ്ങൾ ഈ ചിലർ ഇരിക്കുന്നത് പോലെ ഒന്നും മിണ്ടിയില്ല, സ്തോത്രം. എനിക്ക് മനസ്സിലായി. ഒരു സ്തോത്രയിലും പറഞ്ഞാൽ കോൺസെൻട്രേഷൻ പോകുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, മനസ്സിലാകുന്നുണ്ട്. അപ്പൊ ഞാൻ തന്നെ പാട്ട് പാടി, ഞാൻ തന്നെ പ്രസംഗിച്ചു, ഞാൻ തന്നെ സാക്ഷ്യം പറഞ്ഞു, ഞാൻ തന്നെ സ്തോത്രാഴ്ച ഇട്ടു. തിരിച്ചു വന്നപ്പോൾ ആ സ്തോത്രാഴ്ച ഞാൻ തന്നെ എടുത്ത് പെട്രോൾ ഓടിച്ചു, സ്തോത്രം. കാരണം വേറെ നിർവാഹമില്ല. 3 ആഴ്ച കൊണ്ട് മനസ്സൊക്കെ മടുത്തു. ആമേൻ. മാറി നിൽക്കുമ്പോൾ ഒരു സംഭവം നടന്നു. അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമപ്രദേശം, ആ സ്ഥലത്തിന്റെ പേര് കോക്കാടുന്ന. അവിടെ പ്രാർത്ഥിച്ചൊരു വീടിനകത്തൊരു ദൂത് പറയാനുള്ള സാഹചര്യം നൽകി. ആമേൻ, സ്തോത്രം. അടുത്ത ദിവസം അവരെന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ആ ദൂത് പറഞ്ഞപ്പോൾ അവർ പുച്ഛഭാവത്തിൽ ആ ദൂത് കേൾക്കുന്നത്. പക്ഷെ ആ ദൂത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അന്നു മുതൽ തുടങ്ങി 14ാമത്തെ ദിവസം ആ വീട്ടിലെ തലമുറയ്ക്ക് വേണ്ടി യേശു ഒരു അത്ഭുതം ചെയ്യും. അതായിരുന്നു ആ ദൂതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. കൃത്യം 14 ദിവസമായപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് ചോദിച്ചു, അഭിമന്യു പാസ്റ്റർ അല്ലേ? ഞാൻ പറഞ്ഞു അതേലോ, കോക്കാടെന്ന. പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചു, എന്നാ ഉണ്ട് ആൻ്റെ വിശേഷം? സന്തോഷമായിരിക്കുന്നു. അപ്പൊ ആൻ്റെ എന്നോട് ചോദിച്ചു, പാസ്റ്റർക്ക് ഈ ദിവസം ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു നിശ്ചയമായിട്ട് ഓർമ്മയുണ്ട്. 14 ദിവസങ്ങൾക്ക് മുമ്പ് ദൈവം നിങ്ങളോട് ഒരു ദൂത് പറഞ്ഞു, തലമുറയ്ക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാം. എന്തേലും നടന്നോ ആൻറ്റി? എന്തേലും നടന്നോ എന്നെന്റെ ചോദ്യത്തിന് മുമ്പേ ആൻറ്റി പറയുക, എന്തേലും അല്ല, തലമുറയ്ക്ക് വേണ്ടി ഒരു അത്ഭുതം ഇന്ന് പകൽ നടന്നു, സ്തോത്രം. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. വാക്ക് പറഞ്ഞ ദൈവം വിശ്വസ്തനാണ്, അവൻ വഴിയിൽ ഇട്ടേച്ചു പോകുന്ന ദൈവമല്ല, സ്തോത്രം. അടുത്ത ആൻറ്റി എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, പാസ്റ്റർ യേശുവല്ലേ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്തേ? ഞാൻ പറഞ്ഞു ലെവലേശ സംശയമില്ല, കർത്താവാ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്തേ. അടുത്ത ആൻറ്റി എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ അത്ഭുതം ചെയ്ത ദൈവത്തിന് ഞങ്ങൾ എന്നാ പാസ്റ്ററെ കൊടുക്കണ്ടേ? ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എന്നാ കൊടുക്കാനുള്ളത്? അപ്പൊ അവര് പറഞ്ഞു, ഹൈന്ദവ മാർഗത്തിലായിരുന്നെങ്കിൽ ഞങ്ങളൊരു തേങ്ങ ഉടയ്ക്കാൻ പോയേനെ. ഞാൻ പറഞ്ഞു, യേശുവിന് തേങ്ങ വേണ്ട, ഒരു സ്വത്രം പറയാമോ? യേശുവിന് കുന്തിരിക്കം വേണ്ട, ഒരു സ്വത്രം പറയാമോ? അയ്യോ, നമ്മൾ പോയിക്കുന്ന മെഴുകുതിരി ഒന്നും ദൈവത്തിന് വേണ്ട, ഒരു സ്വത്രം പറഞ്ഞാട്ടെ. നമ്മുടെ ജപമാലയൊന്നും കർത്താവിന് വേണ്ട, സ്തോത്രം. അപ്പൊ ഇതര ലിസ്റ്റുകൾ എടുത്ത് നിരത്തുമ്പോൾ അവസാനം അവരെന്നോട്, ഇതൊന്നും കർത്താവിന് വേണ്ടേ പാസ്റ്ററെ? ഞാൻ പറഞ്ഞു, ഇതൊന്നും കർത്താവിന് വേണ്ട, മനുഷ്യന് വേണമായിരിക്കും, സ്തോത്രം. അവസാനം ആൻറ്റി എന്നോട് ചോദിച്ചു, പിന്നെ കർത്താവിന് ഇനിയിപ്പോ എന്നാ പാസ്റ്ററെ ഞങ്ങൾ കൊടുക്കണ്ടേ? ഞാൻ പറഞ്ഞു, യേശുവിനെ നിങ്ങളുടെ മനസ്സ് മാത്രം മതി, സ്തോത്രം. കർത്താവിന് നിങ്ങളുടെ ഹൃദയം മാത്രം മതി. അപ്പൊ അവരെന്നോട് പറഞ്ഞു, അങ്ങനെയാണ് അടുത്ത ഞായറാഴ്ച വൈകിട്ട് ഞങ്ങളുടെ വീട്ടിലൊരു യോഗം നടത്താവോ? ഞാൻ പറഞ്ഞു, നടത്താം, സ്തോത്രം. അവരടുത്ത ചോദിച്ച ചോദ്യം എന്റെ ഹൃദയം തകർത്ത് കളഞ്ഞു, നിങ്ങൾ എത്ര പേര് വരുമെന്ന്, സ്തോത്രം. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നാൻറ്റി 30 കസേരയുള്ളൂ, അത് പറക്കിക്കൊണ്ട് വരാനൊന്നും പറ്റത്തില്ല, പിന്നെ വേണേ ഞങ്ങൾ കുടുംബമായിട്ട് വരാം, സ്തോത്രം. സത്യത്തിൽ അവർ ഒറ്റ യോഗയെ ചോദിച്ചോളൂ, ആ യോഗം ഞങ്ങൾ നടത്തുകയും ചെയ്തു. പിന്നെ പെന്തക്കോസ്തരായി നമുക്കൊരു ഗുണമുണ്ട്, നമുക്ക് മാത്രമുള്ളൊരു ഗുണമുണ്ട്. എന്താണെന്നറിയാമോ? അങ്ങാനും ഒരു വീടിന്റെ വാതിൽ ഒരു ദിവസം തുറന്നിട്ട് കിട്ടിയാൽ പിന്നെ നമ്മൾ എന്തോ ചെയ്യുമെന്നറിയാമോ? എല്ലാ ആഴ്ചയും പോകും, സ്തോത്രം. പിന്നെ ഞങ്ങൾ സ്ഥിരമായിട്ട് എല്ലാ ആഴ്ച, പിന്നെ വിളിച്ചിട്ടൊന്നുമല്ല, സ്ഥിരമായിട്ട് കയറി ചെല്ലുക, പാവിരിപ്പിക്കുക, പ്രാർത്ഥിക്കുക. 2.5 മാസം ഞങ്ങൾ ആ മീറ്റിംഗ് ആ കൊച്ചു വീടിനകത്ത് നടത്തി. 2.5 മാസത്തെ പാട്ടും പ്രാർത്ഥനയും അവിടുത്തെ ശബ്ദവും ഒക്കെ കേട്ട ചുറ്റുപാടുമുള്ളൊരു 15 ഹിന്ദു കുടുംബങ്ങളെ ദൈവം പറിച്ച റൂമിനകത്ത് കൊണ്ടുവന്നു. അടുത്ത ആഴ്ചകൾ മുതൽ സ്നാനങ്ങൾ നടക്കാൻ തുടങ്ങി. കർത്താവിന്റെ കൃപയാൽ പ്രവർത്തനങ്ങൾ ഇങ്ങനെ വിശാലതകളിലേക്ക് എത്തുകയാണ്. ഓർക്കുമ്പോൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ, ഞാൻ എൻ്റെ ഭാര്യ, എൻ്റെ പിതാവ്, മാതാവ്, സഹോദരിയുടെ കുടുംബം, ഇത്രയും പേരടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ് ഞങ്ങൾക്കുള്ളത്. അത്രയും പറഞ്ഞ് ഞാൻ ഇനി എന്നിലേക്ക് ഒത്തിരി തിരിയാതെ ദൈവവചനത്തിലേക്ക് തിരിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇന്നലെ രാത്രിയിലും ഇന്ന് പ്രഭാതത്തിലും ഒക്കെ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ ഈ സഭയോർത്ത് അല്പനേരം സ്തോത്രം പറയുമ്പോൾ സംസാരിക്കണം എന്നെ ഹൃദയത്തിനകത്ത് കർത്താവ് നൽകിയ ഒരു നിയോഗത്തിന്റെ വിഷയത്തിലേക്ക് ഞാൻ വളരെ പ്രാർത്ഥനയോടെ വരികയാണ്. തുടർന്നാട്ടെ പഴയ നിയമ പുസ്തകമായ 2 ശമൂവേലിന്റെ പുസ്തകം 21-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ദൈവവചന ശുശ്രൂഷകൾക്ക് ആധാരമായി നാം വായിച്ചു കേൾക്കപ്പെടുകയാണ്. 2 ശമൂവേലിന്റെ പുസ്തകം 21-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. ദാവീദിന്റെ കാലത്ത് 3 സംവത്സരം തുടരെ ക്ഷാമമുണ്ടായി. ദാവീദ്
യഹോവയുടെ അരുളപ്പാട് ചോദിച്ചപ്പോൾ. അത്രേ നിൽക്കട്ടെ. ഈ സമയം കൊണ്ട് നിങ്ങൾ എല്ലാവരും ആ വാക്യം എടുത്ത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എടുത്ത ദൈവമക്കൾ ഉണ്ടെങ്കിൽ എന്റെ കൂടെ ചേർന്ന് നിങ്ങൾ ആ വാക്യ ശബ്ദമുയർത്തി ഒരു പ്രാവശ്യം വായിക്കണം. ഉറക്കെ വായിച്ചേ. ദാവീദിന്റെ കാലത്ത് 3 സംവത്സരം തുടരെ തുടരെ ക്ഷാമമുണ്ടായി. ദാവീദ് യഹോവയുടെ അരുളപ്പാട് ചോദിച്ചപ്പോൾ. എനിക്കറിയാം വായിക്കാത്ത പകുതിയിൽ അധികം ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി നമുക്ക് ഒരു അവസരം കൂടെ കൊടുക്കണം. വായിക്കാത്തവർക്ക് വേണ്ടി നമ്മൾ ഇതിന് ഒരുമിച്ച് ഒന്ന് വായിക്കാൻ പോവാണ്. 2 ശമൂവേൽ 21 വാക്യം ചേർന്ന് വായിച്ചാട്ടെ. ദാവീദിന്റെ കാലത്ത് 3 സംവത്സരം തുടരെ തുടരെ ക്ഷാമമുണ്ടായി. ദാവീദ് യഹോവയോട് അരുളപ്പാട് ചോദിച്ചപ്പോ. ഇപ്പോഴും വായിക്കാത്ത ഒരു 10-20 പേരുണ്ട്. അപ്പൊ ഈ 10-20 പേർക്ക് വേണ്ടി നമ്മൾ ഒന്നുകൂടെ ഒന്ന് വായിക്കാൻ പോവാണ്. ശബ്ദം ഉയർത്തി വായിക്കണേ. ദാവീദിന്റെ കാലത്ത് 3 സംവത്സരം തുടരെ തുടരെ ക്ഷാമമുണ്ടായി. ഇപ്പോഴും വായിക്കാത്ത ഒരു 8 പേരുണ്ട്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഇനി അവസരമില്ല. ഇനി നിങ്ങൾക്ക് അടുത്ത അവസരം തരാം. ആ വാക്യം നമ്മുടെ മനസ്സിൽ ഇപ്പൊ അങ്ങ് കോറിയിട്ടെന്ന് ഞാൻ വായിക്കുകയാണ്. ദാവീദിന്റെ കാലത്ത് ക്ഷാമമുണ്ടായി. ഞാൻ ഒരു ആമുഖം പോലും പറയാതെ ഈ പുസ്തകത്തെ കുറിച്ചോ ഈ പുസ്തകത്തിന്റെ പശ്ചാത്തലങ്ങളെ കുറിച്ചോ ഒന്നും പറയാതെ ലഭ്യമായ സമയപരിമിതിക്കകത്ത് ഈ ദൂതിന്റെ ഏറ്റവും പ്രധാന കാതലായ ഒരു സംഭവം മാത്രം ഒന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. 21 അധ്യായത്തിനകത്ത് എൻ്റെ സഹോദരങ്ങളെ, മമ്മിമാരെ, 2 പ്രശ്നങ്ങളാണ് 21 അധ്യായത്തിനകത്തുള്ളത്. ഈ 2 പ്രശ്നവും നമ്മളുമായി ചേർന്നിരിക്കുന്ന പ്രശ്നങ്ങളാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പദങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. 21 അധ്യായത്തിനകത്ത് 2 പ്രശ്നങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ പ്രശ്നം ആ കാലത്ത് ചില ക്ഷാമം ഉണ്ടാകുമെന്നുള്ളതാ. ഇടയ്ക്കിടയ്ക്ക് ഓരോ ക്ഷാമം എന്ത് ചെയ്യും? ഉണ്ടാകും. ഇത് 1 വർഷം കൊണ്ട് ഈ ക്ഷാമം നിൽക്കത്തില്ല. 1-ാമത്തെ വർഷം ഉണ്ടായി, 2-ാമത്തെ വർഷം ഉണ്ടായി, 3-ാമത്തെ വർഷം ഉണ്ടായി. അർത്ഥം തുടരെ തുടരെ 3 വർഷം ആ നാട്ടിൽ ക്ഷാമം ഉണ്ടാകുക. അപ്പൊ 21 അധ്യായത്തിന്റെ 1-ാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ക്ഷാമം ഉണ്ടാകും. ക്ഷാമം എന്നുള്ള ഭാഗമാണ് എന്റെ പ്രസംഗ വിഷയം. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. എന്നാൽ 21 അധ്യായത്തിന്റെ 2-ാമത്തെ പ്രശ്നം ഞാനൊന്ന് അവതരിപ്പിക്കാം. 21 അധ്യായത്തിന്റെ 2-ാമത്തെ പ്രശ്നം വാക്യം 15-ലുണ്ട്. 15-ാമത്തെ വാക്യം നോക്കിയാട്ടെ. ഫെലിസ്ത്യർക്ക് ഇസ്രായേലിനോട് വീണ്ടും യുദ്ധം ഉണ്ടായി. അപ്പോ ഈ അധ്യായത്തിൽ 2 പ്രശ്നങ്ങളാണ് ഉള്ളത്. 1-ാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഒരു ക്ഷാമം ഉണ്ടാകും. 2-ാമത്തെ പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് ഒരു യുദ്ധം ഉണ്ടാകും. സ്തോത്രം. യുദ്ധം എന്ന് പറയുന്ന വാക്യം 15-ാമത്തെ വാക്യത്തിൽ എഴുതുമ്പോ 15-ാമത്തെ വാക്യത്തിൽ മാത്രമല്ല യുദ്ധം എഴുതുന്നത്. 18-ാമത്തെ വാക്യം നോക്കിക്കാട്ടെ. 18-ാമത്തെ വാക്യം ഗോബിൽ വെച്ച് വീണ്ടും ഫെലിസ്ത്യരോട് യുദ്ധം ഉണ്ടായി. 20-ാമത്തെ വാക്യം നോക്കിയാട്ടെ. പിന്നെയും ഗത്തിൽ വെച്ച് യുദ്ധം ഉണ്ടായി. അപ്പോൾ ഈ അധ്യായത്തിന് 2 പ്രശ്നങ്ങൾ. ഒന്ന്, ഇടയ്ക്കിടയ്ക്ക് ക്ഷാമം ഉണ്ടാകും. 2, ഇടയ്ക്കിടയ്ക്ക് യുദ്ധം ഉണ്ടാകും. ഞാൻ ഓൾറെഡി പറഞ്ഞു എന്റെ വിഷയം യുദ്ധമല്ല, എന്റെ വിഷയം ക്ഷാമം എന്ന് പറയുന്ന ആ ഭാഗമാണ്. ഞാൻ അതിലേക്കാണ് വരാൻ പോകുന്നത്. പക്ഷെ യുദ്ധം എന്ന് പറയുന്ന ഭാഗം ഒരു 2 മിനിറ്റിലൊന്ന് അവതരിപ്പിച്ചിട്ട് ക്ഷാമം എന്ന് പറയുന്ന നമ്മുടെ പ്രധാന ഭാഗത്തിലേക്ക് വന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കരമൊന്ന് ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് ഹല്ലേലൂയ പറയാമോ? ഒരു മനുഷ്യനെ തകർക്കാൻ, ഒരു മനുഷ്യനെ ഉടച്ചു കളയാൻ പൈശാചിക ശക്തികൾ ചെയ്ത 2 കാര്യങ്ങളുണ്ട്. പ്രാർത്ഥിക്കുന്ന സഹോദരിമാരെ, പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാരെ, പ്രാർത്ഥിക്കുന്ന ഈ സഭയുടെ ലീഡേഴ്സ്, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്, ഒരു മനുഷ്യനെ തകർക്കാൻ, ഒരു വീടിനെ ഉടച്ചു കളയാൻ, ഒരു തലമുറയെ നശിപ്പിക്കാൻ പിശാച് ചെയ്യുന്ന 2 അജണ്ടകളുണ്ട്. ഒന്നാമത്തെ അവന്റെ അജണ്ട എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് യുദ്ധം അവന്റെ നേരെ അഴിച്ചുവിടുക, വിഷമുള്ളുകളെ അഴിച്ചുവിട്ട് യുദ്ധക്കളങ്ങൾ ഒരുക്കി അവനെ തളർത്തിക്കളയുക. ഇതാണ് പിശാചിന്റെ 1-ാമത്തെ അജണ്ട. എന്നാൽ ഒരു കുടുംബത്തെ തകർക്കാൻ പിശാച് ചെയ്യുന്ന 2-ാമത്തെ കാര്യം ആ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ക്ഷാമം കൊണ്ടിടുക, ആ മനുഷ്യനിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ഡ്രൈനസ് കൊണ്ടിടുക. എന്നാൽ ഇന്ന് പകൽ ഞാനിത് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുക, ഈ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ക്ഷാമങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന യുദ്ധങ്ങളെയും എന്റെ കർത്താവ് നിർത്തലാക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. പൈശാചിക ശക്തികൾ ഒരുക്കുമ്പോൾ ഇടകാലഘട്ടങ്ങളുടെ യുദ്ധങ്ങളുടെ ഭീഷണികളെ ജയിക്കാൻ ഭാഗത്തിൽ ഒരു അഭിഷേകം ദൈവം നമ്മുടെ ശിരസിനകത്ത് പകരുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഹല്ലേലൂയ. അപ്പോ ആമേൻ. 1-ാമത്തെ പ്രശ്നം യുദ്ധമുണ്ടാകുമെന്നുള്ളത്. ഇനി ഞാൻ ശാന്തമായിട്ടൊന്ന് ചോദിക്കട്ടെ. പൈശാചിക മണ്ഡലങ്ങൾ ഒരുക്കുന്ന യുദ്ധം, പിശാച് ഒരുക്കുന്ന യുദ്ധം. ആകയാൽ ഈ ദേശത്തിന്റെ, ഈ സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നുപോയേച്ചാ, ചെമ്പൂര്. ചെമ്പൂർ എന്ന് പറയുന്ന ഈ ദേശത്തിനകത്ത് യുദ്ധമുണ്ട്. അങ്ങനെ ഈ ചെമ്പൂർ ദേശത്തിനകത്ത് യുദ്ധം ഒരുക്കുന്ന ഇവിടുത്തെ സകല പൈശാചിക ശക്തികളെയും ഇവിടുത്തെ കുട്ടി പിശാചുക്കളെയും എനിക്ക് ഈ പ്രാർത്ഥനയിൽ ഒന്ന് ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ആ കരം ഒന്ന് ഉയർത്തി ഹല്ലേലൂയ പറയാൻ അല്ല 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 അല്ല
ഹല്ലേലൂയ പറയാൻ പറഞ്ഞാൽ എത്ര പേര് പറയാൻ വരുമെന്ന് ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു. അപ്പോഴത്തേക്ക് നിങ്ങൾ പറഞ്ഞെങ്കിൽ നിങ്ങൾ ആവേശഭരിതരാണ്. സ്തോത്രം. ഈ ദേശത്തിനകത്ത് വാഴുന്ന ചില യുദ്ധങ്ങളുണ്ട്. ഇവിടുത്തെ പൈശാചിക ശക്തികൾ ആകാശമണ്ഡലത്തിനും കുടുംബങ്ങൾക്കും നേരെ ഉയർത്തുന്ന ചില യുദ്ധ ഭീഷണികളുണ്ട്. അതിനെ ജയിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ എന്ന് ചോദിച്ചാൽ മാത്രമേ നിങ്ങൾ സ്തോത്രം പറഞ്ഞെങ്കിൽ നിങ്ങൾ ആവേശഭരിത. പക്ഷെ ഒരു കൊച്ചു പ്രശ്നം ഇവിടെ പറഞ്ഞിരിപ്പുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണേ. ഈ ദേശത്ത് വാഴുന്ന സകല പിശാചിനെയും എനിക്ക് യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തണം എന്നൊരാഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും ഇതിനൊരു അടിസ്ഥാനമുണ്ട്. എന്നാന്ന് ചോദിച്ചാൽ ഈ പദം ശ്രദ്ധിച്ച് കേൾക്കണേ. നിങ്ങൾ പിശാചിനോട് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആദ്യം അറിയേണ്ട കാര്യം നിങ്ങൾ പിശാചിനോടല്ല യുദ്ധം ചെയ്യേണ്ടതെന്നുള്ളതാണ്. അല്ലയോ? അല്ല. സ്തോത്രം. പൈശാചിക ശക്തികളോട് നിങ്ങൾ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആദ്യം അറിയേണ്ട കാര്യം നിങ്ങൾ പിശാചിനോടല്ല യുദ്ധം ചെയ്യേണ്ടതെന്നുള്ളതാണ്. 8ാം ക്ലാസ് പാസ്സാകാത്തവനെ 9ാം ക്ലാസ്സിൽ എത്തുന്ന ഒരു സിസ്റ്റം കേരളത്തിലെ ഗവൺമെന്റിനില്ല. ഉണ്ടോ? ഇല്ല. 10ാം ക്ലാസ് പാസ്സാകാത്തവനെ +1 ഇരുത്തുന്ന ഒരു സിസ്റ്റം കേരളത്തിലെ ഗവൺമെന്റിനുണ്ടോ? ഇല്ല. ഒരു റലം പാസ്സാകാതെ അടുത്ത റലത്തിലേക്ക് നമുക്ക് കയറാൻ കഴിയില്ല. ഇതൊരു ലോകത്തിന്റെ സിസ്റ്റമാണ്. ആകയാൽ പൈശാചിക ശക്തിയോടുള്ള യുദ്ധം എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിന്റെ എഡ്ജിൽ നിൽക്കുന്ന ഒരു ഭാഗമാണ്. ഇതിനകത്ത് എനിക്ക് പടതൊരുതണമെങ്കിൽ, ഈ യുദ്ധക്കളത്തിൽ എനിക്ക് ഇറങ്ങണമെങ്കിൽ ആദ്യം ഞാൻ ജയിക്കേണ്ട 2-3 വിഷയങ്ങളുണ്ട്. ഇത് ജയിച്ചാലേ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖത്തിനകത്ത് വിടരുന്ന ആവേശം എനിക്ക് മനസ്സിലാക്കും. പറ പാസ്റ്ററേ പറ, ഞങ്ങൾ ജയിക്കേണ്ട മേഖല അത് കേട്ടിട്ട് വേണം ഇന്ന് വൈകിട്ട് പോയി പിശാചിനോടൊന്ന് യുദ്ധം ചെയ്യാം. ഞങ്ങൾ ജയിക്കേണ്ട സിമ്പിളാ. ഒന്നാമത് നമ്മൾ ജയിക്കേണ്ട വിഷയം വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തെ നമ്മൾ ജയിച്ചിരിക്കണം. എന്നാ മനസ്സിലായി? ഉദാഹരണം പറയട്ടെ. അഭിമന്യു പാസ്റ്റർ എന്ന ഞാന് ഒരു 1.5 തരികടക്കാരൻ, ഉദാഹരണമാണേ. സ്തോത്രം. അഭിമന്യു പാസ്റ്റർ എന്ന ഞാൻ ഒരു 1.5 തരികടക്കാരനാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ പാട്ടുപാടാം, പ്രസംഗിക്കാം, പ്രവചിക്കാം, അന്യഭാഷ പറയാം. പക്ഷെ പിശാചിനോട് യുദ്ധം ചെയ്യാൻ മാത്രം പറ്റത്തില്ല. മനസ്സിലാക്കുന്നുണ്ടോ? ഞാനെന്ന് പറയുന്ന വ്യക്തിപരമായി എന്റെ പേഴ്സണൽ ലൈഫ് ഓക്കെ ആകാതെ എനിക്ക് പിശാചിനോട് യുദ്ധം ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം. അപ്പൊ നിങ്ങൾ പറയും, പാസ്റ്റർ പേഴ്സണൽ ലൈഫ് ഓക്കെ ആകാതെ പിശാചിനോട് യുദ്ധം ചെയ്താൽ എന്തോ സംഭവിക്കും, അവനെ ശാസിച്ചാൽ എന്തോ സംഭവിക്കും? പ്രത്യേകിച്ചൊന്നും സംഭവിക്കത്തില്ല. ഞാനൊരു കൊട്ടാരക്കാരൊക്കെ ഭാഷയിൽ അങ്ങ് പിടിക്കാം, അപ്പൊ വലിച്ചു കയറി നമ്മളെ ഭിത്തിയിൽ ഒട്ടിച്ചു വെക്കും. അതിനേക്കാളും നല്ലത് പോകാതിരിക്കുന്നതാ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. തെളിയിക്കാനൊരു സംഭവം പറയട്ടെ. ഈ പുതിയ നിയമത്തിനകത്ത് ഒരു മനുഷ്യന്റെ മേൽ പിശാചളവി. അപ്പൊ ഒരു മനുഷ്യൻ ശാസിക്കാൻ വേണ്ടി ചെല്ലുക. ശാസിക്കാനും പലിസിക്കാനും ഇങ്ങോട്ട് ചെന്നപ്പോ അലറി വിളിക്കുന്ന പിശാച് ചോദിക്കുകയാന്നേ, എനിക്ക് പൗലോസിനെ പരിചയമുണ്ട്, കർത്താവിനെ അറിയുകയും ചെയ്യാം, നീ ഏതാന്ന്? അതിനർത്ഥം എന്നാണെന്നറിയാമോ? നീ ലിസ്റ്റിൽ പോലും ഇല്ല. ഒരു സ്വത്രം പറഞ്ഞു. എന്റെ ഒരു കൊച്ചു ചിന്ത ഞാൻ പറയാച്ചാ, നമ്മൾ ഇവിടെ കിടന്ന് ഈ ബഹളം വെക്കുന്നതും തുപ്പല് തെറിപ്പിക്കുന്നതും കൈയടിക്കുന്നതും പുള്ളി അറിഞ്ഞിട്ട് പോലും ഇല്ല. ഒരു സ്വത്രം പറഞ്ഞു. നമ്മൾ ലിസ്റ്റിൽ പോലും ഇല്ലെന്ന്. സ്തോത്രം. ഞാൻ ഒരു കുഞ്ഞു സംശയം ചോദിക്കട്ടെ. അമ്മാമേ, ഈ ദാവീദിനെ അറിയാമോ? എനിക്കൊന്ന് മിക്സർ ആൾക്കാരാ. പല വേദപുസ്തകം പഠിച്ചു വരുന്നവരുണ്ട്, പഠിച്ചവരുണ്ട്, നല്ല ഗ്രാജുവേറ്റഡ് ആയിരിക്കുന്ന പല ഗ്രൂപ്പ്. അതുകൊണ്ട് ഞാൻ വളരെ ശാന്തമായിട്ട് ചോദിക്കുകയാണ്, ഈ ദാവീദ് എന്ന് പറയുന്ന മനുഷ്യന് ആരാധനയിൽ ഓക്കെ ആയിരുന്നോ? കയ്യടിയില് ആരാധനയിൽ ദാവീദിന് മാർക്ക് കൊടുത്ത, ആരാധന മാർക്കൊന്നും കൊടുക്കാൻ പറ്റത്തില്ല, ഉദാഹരണം പറയാ, ആരാധനയിൽ ദാവീദിന് മാർക്ക് കൊടുത്താൽ എത്ര മാർക്ക് കൊടുക്കും? ആന്റി ഒരു 100ൽ എത്ര മാർക്ക് കൊടുക്കും ദാവീദിന് ആരാധനയില്? ഒന്നും കൊടുക്കത്തില്ലയോ? ആരാധന മാർക്ക് കൊടുത്താൽ അച്ഛൻ എത്ര മാർക്ക് കൊടുക്കും? 100ൽ അച്ഛൻ 100 കൊടുക്കുള്ളൂ. അയ്യോ, ഞാൻ 110 കൊടുക്കും. അതെന്നാ? എണ്ണ ആരാധനയായിരുന്നത്. വസ്ത്രമൊക്കെ ഊരിഞ്ഞു വെച്ച് ആ പെട്ടകത്തിന് മുമ്പേ ഒരു പൊട്ടനെ പോലെ അപ്പുറം നിൽക്കുന്ന മീക്കിൾ വയ്ക്കാം. നാണമില്ല അച്ഛാ, ഒന്നുമില്ല, രാജാവല്ലേ എന്ന് പറഞ്ഞിട്ടും ആ മനുഷ്യൻ പെട്ടകത്തിന് മുമ്പ് ഒരു പൊട്ടനെ പോലെ. അപ്പൊ ആരാധനയിൽ 100ൽ 110 പേർക്ക് മേടിച്ച ദാവീദ് ആലയപണി എന്ന യുദ്ധത്തിൽ ജയിച്ചെന്നോ ഇല്ലെന്നോ? ഇല്ല. ആലയപണി ഒരു യുദ്ധമാണോ? യുദ്ധമാ. ഏതാ വാക്യം? ഞാൻ എന്റെ സഭയെ പാതാള ഗോപുരങ്ങൾ. അപ്പൊ പാതാള ഗോപുരങ്ങൾക്ക് പോരാട്ടമുള്ള ആലയപണി ഒരു യുദ്ധമാ. ആരാധനയിൽ 100ൽ 110 മാർക്ക് മേടിച്ച ദാവീദിന് ആലയപണി എന്ന യുദ്ധത്തിനകത്ത് നിൽക്കാൻ പറ്റിയില്ല. കർത്താവ് വെച്ച് കൈ കാണിച്ചേ. അപ്പൊ ദാവീദ് പറഞ്ഞു, അടിച്ചു പൊട്ടിച്ച കൈ. അതല്ല, കൈന്ന് കാണിച്ചേ. കൈ കാണിച്ചു. അയ്യോടാ, നീ കിളിവാതിൽ തുറന്ന് അപ്പുറത്തവന്റെ ബാത്റൂം ആണല്ലോ നോക്കുന്നേ, നീ യുദ്ധം ചെയ്യണ്ട. ഒരു സ്വത്രം പറഞ്ഞു. എന്നാ മനസ്സിലായി? പിശാചിനോട് യുദ്ധം ചെയ്യണമെങ്കിൽ ആദ്യം ഞാൻ അറിയേണ്ട കാര്യം, എന്റെ വ്യക്തിപരമായ ജീവിതം സകല കൊള്ളരുതായ്മയും കണ്ണുകൊണ്ട് കാണുന്നവന് പിശാചിനോട് യുദ്ധം ചെയ്യാൻ പറ്റിയില്ലെന്ന് എന്റെ ചിന്ത. സകല ഭോഷ്കും പറയുന്നവൻ, സകല വ്യാജവും പറയുന്നവൻ, ദൈവഹിതമില്ലാത്ത പൈസ കയ്യിൽ പിടിച്ചു വെച്ചവനൊന്നും പിശാചിനോട് യുദ്ധം ചെയ്യാൻ ചുമ്മാ പോവല്ല, അടികൊണ്ട് ഊപ്പാട് വരും. അതിനേക്കാൾ നല്ല ഇവിടെ നിന്ന് സ്വതന്ത്രം പറയുന്നത്. ഒരു സ്വതന്ത്രം പറഞ്ഞാണ്.
അച്ഛാ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, പേഴ്സണൽ ലൈഫ് ഓക്കെ അല്ലെങ്കിൽ അന്യഭാഷ പറയാൻ പറ്റുമോ? എന്റെ ചേച്ചിക്ക് 3 കുഞ്ഞുങ്ങളാ ഉള്ളത്. മൂത്തയാള് ജുവാൻ, രണ്ടാമത്തെ ആള് മഹിമ, ഏറ്റവും ഇളയ ആള് മിലാന. ഈ രണ്ടാമത്തെ ആള് മഹിമയ്ക്ക് 5 വയസ്സ് 5.5 വയസ്സാകുന്നേ ഉള്ളൂ. അഭിഷേകം പ്രാപിച്ചിട്ടില്ല, പക്ഷെ സൂപ്പറായിട്ട് അന്യഭാഷ പറയും. ഒരു സ്വതന്ത്രം പറഞ്ഞേ, അതെങ്ങനെ പാസ്റ്റേ? അവൾ അപ്പന്റെ അന്യഭാഷയുടെ ഇത്തിരി, അമ്മയുടെ അന്യഭാഷയുടെ ഇത്തിരി, നാട്ടിൽ വരുമ്പോ മാമനായി എന്റെ അന്യഭാഷയുടെ ഒത്തിരി, എല്ലാം കൂടെ ചേർക്കുമ്പോ അവൾ അന്യഭാഷയായി. അഭിഷേകം പ്രാപിച്ചിട്ടില്ല. അപ്പൊ അഭിഷേകം ഇല്ലെങ്കിലും വേണമെങ്കിൽ അന്യഭാഷ. പിശാചിനോട് യുദ്ധം ചെയ്യണമെങ്കിൽ ആദ്യം അറിയേണ്ട കാര്യം എന്റെ പേഴ്സണൽ ലൈഫ് ഒക്കെ ആയിരിക്കണം. സിനിമ കണ്ടു, സീരിയൽ കണ്ട്, സകല റിയാലിറ്റി ഷോയും കണ്ട്, സകല കൊള്ളരുതായ്മയും കണ്ടവനൊന്നും ദയവായിട്ട് പിശാചിനോട് യുദ്ധം ചെയ്യാൻ പോവല്ലേ. ഒരു സ്വതന്ത്രം പറഞ്ഞേ. അതിനേക്കാളും നല്ല വീട്ടിൽ നിന്ന് സ്വതന്ത്രം പറയുന്നതാ. ഇനി ജയിക്കേണ്ട രണ്ടാമത്തെ മേഖലയാക്കണം. ഈ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ ജയിച്ചാൽ രണ്ടാമത് നമ്മൾ ജയിക്കേണ്ട മേഖല നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മൾ ഓക്കെ ആയിരിക്കണം. ഞാനും എന്റെ ഭാര്യയും തമ്മിൽ എന്നും വഴക്കാച്ച, ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കാത്ത ഒരു ദിവസം പോലും ഒരു സന്തോഷമൊക്കെ വന്നോ? ഉദാഹരണം പറയുക, ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. ഞങ്ങൾ തമ്മിൽ എന്നും പൊരിത വഴക്ക. ഉദാഹരണമാണ്, ഞങ്ങൾ തമ്മിൽ എന്നും വഴക്കാണെങ്കിൽ വേണമെങ്കിൽ എനിക്ക് പാട്ട് പാടാം, ഇവിടെ പ്രസംഗിക്കാം, പ്രവചിക്കാം, പക്ഷെ പിശാചിനോട് യുദ്ധം ചെയ്യാൻ മാത്രം പറ്റില്ല. വാക്യമുണ്ടോ? ഉണ്ട്. വാക്യം ഇൻഡയറക്റ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ദൈവസഭയെ, കുടുംബത്തെ ഭരിക്കാൻ അറിയാത്തവൻ എങ്ങനെ സഭയെ? അപ്പം ഈ ആരാധിക്കുന്ന സഭയെ ഭരിക്കണമെങ്കിൽ പോലും കുടുംബജീവിതം ഓക്കെ ആയിരിക്കണം. അപ്പൊ പിന്നെ പിശാചിനോട് യുദ്ധം ചെയ്യണമെങ്കിലോ ഇത് ഓക്കെ ആകാതെ പറ്റത്തില്ല. ഒരു സ്വതന്ത്രം പറഞ്ഞേ. കുടുംബത്തിനൊരു ഷെഡ്യൂൾ ഉണ്ട്. ഈ പദം ഒന്ന് ശ്രദ്ധിക്കണേ. കുടുംബത്തിനൊരു ഷെഡ്യൂൾ ഉണ്ട്. ഒരു കുടുംബത്തിന്റെ നാഥൻ ആരാന്ന നിങ്ങളുടെ ചിന്ത? ഒരു കുടുംബത്തിന്റെ നാഥൻ കർത്താവ്. അതിന് താഴെ പപ്പ, ആ വീട്ടിലെ പിതാവ്. അതിന് താഴെ ആ വീട്ടിലെ മമ്മി. അതിന് താഴെ ആ വീട്ടിലെ പിള്ളേര്. സ്തോത്രം. ഞങ്ങളൊക്കെ ഏറ്റവും താഴെയാ. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. ഇതാണ് ഒരു കുടുംബജീവിതത്തിന്റെ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഈ ഓർഡർ തെറ്റിക്കിടക്കുന്ന ഒരു വീടാണ് നമ്മുടെ വീടെങ്കിൽ നമ്മുടെ കുടുംബജീവിതം ഓക്കെ അല്ലെന്നാണ് ഞാൻ ഈ പറയുന്നത്. മനസ്സിലാക്കുന്നുണ്ടോ? ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് ഒരു വീടിനകത്ത് പ്രാർത്ഥിക്കാൻ പോയി. ഒരു ദൈവദാസന്റെ വീടാണ്. അപ്പം നല്ല പ്രായമുള്ളൊരു ദൈവദാസന. അദ്ദേഹത്തോട് ഞാൻ വളരെ തന്മയത്വത്തോട് സംസാരിക്കുകയാണ്. അച്ഛാ എത്ര മക്കളാ? 3 പേരാ. അപ്പോൾ ഈ അദ്ദേഹത്തിന്റെ വൈഫ് കിച്ചണിൽ എനിക്കുള്ള ഫുഡൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ മനുഷ്യനോട് സംസാരിക്കുക. നല്ല പ്രായമുള്ള ഒരാളാണ്. എത്ര മക്കളാ? 3 പേരാ. മൂത്തയാളെ കല്യാണം കഴിഞ്ഞു പാസ്റ്റർ. ഞാൻ ചോദിച്ചു, മൂത്തയാളെ കല്യാണം എന്നാ കഴിഞ്ഞത്? ഇത്രയും പ്രായമായോണ്ട് പുള്ളി മറന്നുപോയി. പുള്ളി ഇങ്ങനെ 2 സെക്കൻഡ് എടുത്തു വെയിറ്റ് ആലോചിക്കാൻ. എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, മൂത്തയാളുടെ കല്യാണം കഴിഞ്ഞത് 2002. ഇത് കേട്ടപ്പോഴത്തേക്കും അടുക്കള കിച്ചണെ ജോലി ചെയ്യുന്നുണ്ടിരുന്ന അമ്മച്ചി ഒരു പുലി ചാടി വീട് നടക്ക് ചാടിക്കുത്തി, എടോ മനുഷ്യ കൊച്ചിന്റെ കല്യാണം കഴിഞ്ഞത് 2002. എടോ മനുഷ്യ കൊച്ചിന്റെ കല്യാണം കഴിഞ്ഞത് 2004. ഇല്ലേ ഈ മനുഷ്യന് ഒരു ഓർമ്മയില്ല വാസ, ഭയങ്കര പ്രായമായെന്ന്. ഇനി എന്തെങ്കിലും അറിയണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ. സിസ്റ്റം പൊളിഞ്ഞു. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. ആ മനുഷ്യനെ ഒന്നും അല്ലാതാക്കി കളഞ്ഞു. ആ മനുഷ്യൻ വായങ്ങൾ പൂട്ടിപ്പോയി അറിയാതെ. ഞാൻ പറയാം, നിങ്ങളുടെ കുടുംബജീവിതം ഡിസോർഡർ ആണെങ്കിൽ പിശാചിനോട് യുദ്ധം ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സ്വതന്ത്രം. മൂന്നാമത്, നമ്മളെ ദൈവം ആക്കി വെച്ച സഭയിൽ നമ്മൾ വിശ്വസ്തന്മാരായിരിക്കണം. സ്തോത്രം. ഈ 3 കാര്യം ഓക്കെ ആണെങ്കിൽ നമുക്ക് പടച്ചട്ടയൊക്കെ കിട്ടും. യുദ്ധം ചെയ്യാൻ ഇറങ്ങാം. സ്തോത്രം. യുദ്ധം ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ആ യുദ്ധത്തിൽ പിശാച് ചുമത്തുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിയണം. പിശാചിന്റെ ഒരു തന്ത്രം, 1-2 തന്ത്രം മാത്രം ഞാൻ പറയാം. പിശാചിന്റെ ഒന്നാമത്തെ തന്ത്രം, അവൻ നമ്മളെ വശീകരിക്കും. എന്തോ ചെയ്യും? എന്റെ പൊന്നമ്മ, ഈ പിശാച് വരുന്നത് മുടിയൊക്കെ അഴിച്ചിട്ട് വെള്ള സാരിയെ കൊടുത്ത് 2 കൊമ്പൊക്കെ കാണിച്ച് വെള്ളിയാഴ്ച ദിവസം ചുണ്ണാമ്പുണ്ടോ അന്ന് ചോദിക്കുന്ന പിശാചല്ല ബൈബിളിനകത്തുള്ളത്. അത് സിനിമയില. ഇങ്ങനെ പിശാച് വരുന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോഴേ നമ്മൾ പാസ്റ്ററെ ഫോൺ ചെയ്യും, പാസ്റ്ററെ മറ്റേ സാധനം വന്ന് ശാസിച്ചോ. ഇങ്ങനെ പിശാച് വരികയല്ല. ഏതേം തോട്ടത്തിൽ പിശാച് എങ്ങനെയാ വന്നേ? ഏതേം തോട്ടത്തിൽ എങ്ങനെയാ വന്നേ? മുടിയൊക്കെ കഴിച്ചിട്ട് വെള്ള സാരിയെ കൊടുത്ത് അമ്മച്ചി എന്നാ ഉണ്ട്, അങ്ങനാണോ? വളരെ വശീകരണത്തിന്റെ രൂപത്തില. കർത്താവ് വല്ലതും പറഞ്ഞായിരുന്നു? പറഞ്ഞായിരുന്നു. എല്ലാം തിന്നാ, മറ്റേത് മാത്രം. അയ്യോ എന്റെ അമ്മാമ്മ അങ്ങനൊന്നും ഇല്ല, കർത്താവ് പറഞ്ഞു വന്ന കൂട്ടത്തെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. വേണമെങ്കിൽ ഇച്ചിരിയൊക്കെ തിന്നാ, പിന്നെ തിന്നുമ്പോ അച്ചാനും കൂടി ഇച്ചിരി. എന്നാ സ്നേഹമാ! ഈ വശീകരണത്തെ പിശാച് ചുമത്തുന്ന യുദ്ധക്കളത്തിലെ ഒന്നാമത്തെ അവന്റെ തന്ത്രം നമ്മളെ വശീകരിക്കുക എന്നുള്ളതാ. സ്തോത്രം. പൈശാചിക മണ്ഡലം ഒരുക്കുന്ന രണ്ടാമത്തെ തന്ത്രം കേൾക്കണോ? അവൻ നമ്മളെ നോക്കി ശാപവാക്ക് പറയും. എന്നാ? പിശാച് ശപിക്കും നമ്മളെ നോക്കി. എന്റെ അച്ഛൻ്റെ അമ്മ രക്ഷിക്കപ്പെട്ട ആളായിരുന്നില്ല, വിശ്വാസത്തിൽ അവര് വന്ന ആളായിരുന്നില്ല, മരിക്കുന്നത് വരെ അവര് മരിച്ചു. എന്റെ അച്ഛന്റെ അമ്മ മരിച്ചു, ഗ്രാൻഡ് മദർ. സ്തോത്രം. അവർ വിശ്വാസത്തിലല്ല, ഹൈന്ദവ മാർഗത്തിൽ തന്നെയായിരുന്നു. മകൻ ഞാൻ 26-ാമത്തെ വയസ്സിൽ കല്യാണാലോചന നോക്കിയാളാ. 26 നടന്നില്ല, 27 നടന്നില്ല, 28 നടന്നില്ല. ആകെ എന്റെ അച്ഛന്റെ അമ്മ ഒരിക്കൽ എന്നോട് വന്ന് പറയാണ്, ഞങ്ങളുടെ റിലേറ്റീവ്സ് കൂടുന്ന ഒരു ഫംഗ്ഷനകത്ത് വന്ന് പറയാണ്, എടാ നമ്മുടെ കൊച്ചുമക്കളിൽ ആരുടെ കല്യാണം നടന്നാലും നിന്റെ കല്യാണം നടക്കുന്നത് എനിക്കൊന്ന് കാണണം. സ്തോത്രം. അതിനർത്ഥം എന്നാണെന്നറിയാമോ? നിന്റെ കല്യാണം നടക്കുകയല്ലെന്ന്. അതിപ്പോ ഞാൻ ഇച്ചിരി സ്റ്റാൻഡേർഡിലാണ് പറഞ്ഞു. അവർക്ക് ഒരു ഹിന്ദു സ്റ്റൈലുണ്ട്, കയ്യൊക്കെ
ഷട്ടിലൊക്കെ അടിച്ചിട്ട് അവർ പറയോ 6 കല്യാണം നടന്നാലും നിന്റെ കല്യാണം നടക്കുന്ന എനിക്കൊന്ന് കാണണം. ഇതൊരു ശാപവാക്ക. എന്ന് വെച്ചാൽ നിന്റെ കല്യാണം നടക്കാതിരിക്കാൻ സകല പരിപാടിയും ഞാൻ ചുമത്തിയിട്ടുണ്ട്. സ്തോത്ര. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഈ ശാപവാക്ക് പറഞ്ഞ് 13ാമത്തെ ദിവസം എന്റെ കല്യാണം ഉറച്ചു. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. പിശാചിന്റെ ഏറ്റവും വലിയ പദ്ധതിയാണ് നിന്നെ നോക്കി ശപിക്കുക എന്നുള്ളത്. എന്നാൽ ആ ശാപത്തെ പൊട്ടിക്കാൻ യേശുവിന്റെ അഭിഷേകത്തിന് കഴിയോ? വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയാം. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ വായിച്ച ഈ അധ്യായത്തിന്റെ 1ാമത്തെ പ്രശ്നമാണ് നമ്മുടെ പ്രസംഗ ഭാഗം എന്ന് പറയുന്നത്. പിശാച് ഇടയ്ക്കിടയ്ക്ക് ഒരു ക്ഷാമം ഒരുക്കും. നമ്മൾ വായിച്ച വാക്യം എങ്ങനെ? ദാവീദിന്റെ കാലത്ത് 3 സംവത്സരം തുടരെ ക്ഷാമം ഉണ്ടായി. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറെ കൂടെ ശ്രദ്ധിച്ച് കേൾക്കണേ. എന്റെ സഹോദരിമാരെ, എന്റെ അങ്കിൾമാരെ, ഒരു മനുഷ്യനിൽ പിശാച് ക്ഷാമം കൊണ്ടിടുന്നതിന് 4 റലങ്ങളാണുള്ളത്. 4 സ്ഥലത്തില ഒരു വീട്ടിൽ, ഒരു ദേശത്തിൽ, ഒരു സഭയിൽ, ഒരു കുഞ്ഞിൽ, ഒരു തലമുറയിൽ പിശാച് ക്ഷാമം കൊണ്ടിടുന്ന 4 റലങ്ങളുണ്ട്. ക്ഷാമം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് ഈ തിന്നാൻ വകുപ്പില്ലാത്ത സംഗതിയാ പാസ്റ്ററെ ക്ഷാമം, അരിയൊന്നുമില്ല ക്ഷാമമാ. അതല്ല ക്ഷാമം എന്ന് പറയുന്നത്. ക്ഷാമം ഡ്രൈനസിനെ കാണിക്കുക, വരണ്ട അനുഭവം, വരൾച്ചയിലേക്ക് എത്തിക്കുക. ഇതൊരു ക്ഷാമത്തിന്റെ സ്വാധീനമാണ്. ആകയാൽ പിശാച് ഒരു മനുഷ്യന് ക്ഷാമം കൊണ്ടിടുന്നതിന്റെ 4 റലങ്ങളുണ്ട്. ശ്രദ്ധിക്കണേ. പിശാച് ഒരു മനുഷ്യന് ക്ഷാമം കൊണ്ടിടുന്നതിന്റെ 1ാമത്തെ റലം എന്ന് പറയുന്നത് ശരീരത്തിൽ ക്ഷാമം കൊണ്ടിടും. അത് ശാരീരിക ക്ഷാമം എന്ന് വിളിക്കാം. ഒന്ന് പറഞ്ഞേ, ശാരീരിക ക്ഷാമം. ഒന്നുറക്കെ പറയാമോ? ഇച്ചിരി കൂടെ ഒന്നുറക്കെ പറഞ്ഞേ. ശാരീരിക ക്ഷാമം. ഈ ശാരീരിക ക്ഷാമത്തെ ഞാൻ പ്രധാനമായും രോഗങ്ങൾ എന്ന രീതിയിൽ നിർണ്ണയിക്കാൻ പോകുകയാണ്. രോഗം, ശരീരത്തിനകത്ത് ക്ഷാമത്തിന്റെ സിംറ്റമാണ് രോഗം എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ ബോഡിക്കകത്ത് ഒരുപാട് രോഗത്തിന്റെ ആസക്തികൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്ത് ഡ്രൈനസ് പിശാചിട്ടതിന്റെ ഒരു സിംബലാണ്. രോഗം എന്ന് പറയുന്ന പദം ഞാൻ എടുക്കുമ്പോൾ 3 ടൈപ്പിലുള്ള രോഗങ്ങളെ കുറിച്ച് ഞാൻ പറയാം. രോഗം വരുന്നതിന്റെ 3 കാരണങ്ങൾ ഞാൻ പറയാം. ഒന്ന്, സാധാരണ ഒരു മനുഷ്യന് രോഗമുണ്ടാകും. നാച്ചുറലി ഒരു മനുഷ്യന് രോഗമുണ്ടാകും. ഉദാഹരണം പറയാം. 10 ജിലേബി 10 ദിവസം ഞാൻ അടുപ്പിച്ച് കഴിച്ചു. എനിക്ക് എന്നാ കിട്ടും? എന്നാ കിട്ടാനാ പാസ്റ്റർ? ഇൻസുലിൻ എടുക്കാം. അല്ലാതെ എന്നാ കിട്ടാൻ? എല്ലാ ദിവസവും ഞാൻ ചിക്കനും മട്ടനും മാത്രമേ കഴിക്കുന്നുള്ളൂ. എനിക്ക് എന്നാ കിട്ടും? കൊളസ്ട്രോൾ കിട്ടും. സ്തോത്രം. എല്ലാ ദിവസവും ഞാൻ മഴ നനയുന്ന ആളാ. എനിക്ക് എന്നാ കിട്ടും? സ്തോത്രം. പനി വരും. സ്തോത്രം. സോ എല്ലാ ദിവസവും ഞാൻ ഫാറ്റി ഫുഡ് മാത്രമേ കഴിക്കുന്നുള്ളെങ്കിൽ എന്റെ ലിവർ ഫംഗ്ഷൻ കംപ്ലൈന്റ്. ഞാൻ പറയുന്നത് പിശാചിനെ ശാസിച്ചിട്ട് ഒരു ഗുണവും ഇല്ല. അത് മന്തി കഴിക്കുന്ന ഇച്ചിരി കുറച്ചാൽ മതി. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അടുത്തിരിക്കുന്ന നല്ല കൈ പിടിച്ച് സന്തോഷത്തോടെ പറഞ്ഞാൽ മന്തി കഴിക്കുന്നത്, ബിരിയാണി കഴിക്കുന്ന ഇച്ചിരി കുറച്ചാൽ പാതി കൊളസ്ട്രോൾ പൊക്കോളും. സ്തോത്രം. രാവിലെ എഴുന്നേറ്റ് 10 നടന്നാൽ പാതി കൊളസ്ട്രോൾ. അത് പിശാചിനെ ശാസി. അതൊരു മനുഷ്യന്റെ ബോഡിക്കകത്ത് സിസ്റ്റമാണ്. സ്തോത്രം. എന്നാൽ രോഗം വരുന്നതിന്റെ 2ാമത്തെ റലം നിങ്ങൾ കേൾക്കണം. അത് രോഗമല്ല, ഇറ്റ്സ് എ സ്പിരിറ്റ്. അത് രോഗത്തിന്റെ ആത്മാവാണ്. എന്റെ സഹോദരി, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ 2 പേരാ, ഞാനും എന്റെ ചേച്ചിയും. സ്തോത്രം. എന്റെ ചേച്ചിക്ക് കൊച്ചു പ്രായം മുതൽ ഏത് വസ്ത്രം ധരിച്ചാലും അതിനകത്ത് മുഴുവനും രക്തത്തിന്റെ അംശമായിരിക്കും. ഇടുന്ന യൂണിഫോം അലക്കി തേച്ച് മിനുക്കി ഇട്ടുകൊടുക്കും. പക്ഷെ 2ാമത്തെ പീരീഡ് ആകുമ്പോൾ ടീച്ചർ വിളിച്ചിട്ട് പറയും, കൊച്ചിനെ തിരിച്ചു വിളിച്ചു കൊണ്ടുപോ, ഇട്ടിരിക്കുന്ന യൂണിഫോം മൊത്തം ബ്ലഡിന്റെ അംശമാണ്, ഒരു ഫംഗ്ഷന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അലക്കി തേച്ച് മിനുക്കി ഡ്രസ്സ് ഇട്ട് കൊടുക്കും. പക്ഷെ ഉച്ചയായ സമയം ചൂട് കൂടി വരും, ഡ്രസ്സിനകത്തേക്ക് രക്തം കയറി പിടിക്കോ. എന്ത് ചെയ്യണമെന്നറിയില്ല. തൊട്ടടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 1 അല്ല 2 അല്ല 3 അല്ല സഹോദരങ്ങളെ, 24 മണിക്കൂർ ഒബ്സർവേഷനാ. 24 മണിക്കൂർ കഴിഞ്ഞപ്പോ ഡോക്ടർ റിപ്പോർട്ട് അടിച്ച് കൈ തന്നു. റിപ്പോർട്ടിൽ കിടക്കുന്ന വാക്ക് എന്നാണെന്നറിയാമോ? ഈ കുഞ്ഞിന്റെ ശരീരം മുറിഞ്ഞിട്ടല്ല രക്തം ഒഴുകുന്നത്. ഈ കുഞ്ഞിനെ ഞങ്ങൾ 24 മണിക്കൂർ ഒബ്സർവ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇവളെ ശരീരത്തിന്റെ രോമകൂപങ്ങളെന്ന് ബ്ലഡ് പൊടിഞ്ഞ് അത് ഡ്രസ്സിനകത്ത് കയറി പിടിക്കുകയാണ്. ആകെ കൊച്ചിനെ വേഗത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോ, ഇല്ല കുഞ്ഞ് മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്റെ മാതാവിന്റെ കരത്തിൽ കെട്ടിയിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജിലേക്കുള്ള റഫറൻസ് ലെറ്റർ. എന്നാൽ എന്റെ മാതാവ് വിശ്വാസത്തിൽ വന്ന് 2.5 മാസം തികയുന്നേ ഉള്ളൂ. എന്റെ അമ്മ ഒരു കാര്യം ചെയ്തു, ഈ റഫറൻസ് ലെറ്റർ ചുരുട്ടി താത്തിട്ടിട്ട് ഓടി വന്ന് വേദപുസ്തകം തുറന്നു നോക്കി, ബൈബിൾ എന്തോ പറയുന്നറിയാൻ. എന്റെ അമ്മ കണ്ണടച്ചിട്ട് പറഞ്ഞു, അപ്പായേ നിനക്കെന്നോട് സംസാരിക്കാൻ കഴിയും. കണ്ണടച്ച് തുറക്കുന്ന നേരം അത്ഭുതമാ. പുതിയ നിയമത്തിൽ ഒരു വാക്യം തന്റെ കണ്ണിപ്പെട്ടു, രക്തസ്രാവമുള്ളവൾ എന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടപ്പോ അവളെ രക്തസ്രാവം നിന്നുപോയി. എന്റെ അമ്മയ്ക്കൊരു കാര്യം മനസ്സിലായി, എന്റെ യേശു എന്നോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. എന്റെ മാതാവ് ചെയ്ത കാര്യം എന്താണെന്നറിയാമോ? എന്റെ ചേച്ചിയെ പിടിച്ച് റൂമിനകത്ത് കൊണ്ടുവന്ന് ഡോറ് ലോക്ക് ചെയ്തു. എന്നിട്ട് അന്ന് അർജുനും കുട്ടിക്കും കുടുംബത്തിനും ഞങ്ങൾക്ക് ഇരുന്ന് ആരാധിക്കാൻ അന്നൊരു പ്ലാസ്റ്റിക് പാ പോലും ഇല്ല. അന്ന് ഞങ്ങൾക്കുള്ളത് ഒരു പുൽപ്പായ. അത് വിരിച്ചിട്ട് എന്റെ മാതാവ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥന ശൈലി എങ്ങനെയാണെന്നറിയാമോ? ഒരു കരം ആ വാക്യത്തിന്റെ മുകളിൽ വെച്ചു, മറുകരം
കരം എന്റെ സഹോദരിയുടെ മേൽ വെച്ചിട്ട് പറഞ്ഞപ്പോ ഈ വാക്യം സത്യമാണെങ്കിൽ ഇതിനകത്തുള്ള രോഗശാന്തിയുടെ അഭിഷേകം ഈ കയ്യിലൂടെ പാസ് ചെയ്ത് എന്റെ കൊച്ചിന്റെ ശരീരത്തിലോട്ടൊന്ന് കയറി പിടിക്കുകയാണ്. സ്തോത്രം. 1 മണിക്കൂറത്തെ പ്രാർത്ഥനയാമേ. 1 മണിക്കൂർ കഴിഞ്ഞ് എന്റെ മാതാവ് കണ്ണ് തുറന്നു നോക്കുമ്പോ അഭിമാനത്തോടെ സന്തോഷത്തോടെ ഈ സ്പെഷ്യൽ മീറ്റിംഗിന്റെ പകൽ സെക്ഷൻ ഞാൻ വിശ്വാസത്തോടെ പറയുന്നു, ഒറ്റ ഡ്രോപ്പ് രക്തം പോലും പിന്നെ നാളിതുവരെ തന്റെ ശരീരത്ത് കാണാന് എന്റെ ദൈവം സമ്മതിച്ചിട്ടില്ല. എനിക്ക് വിശ്വാസമാണ് രോഗത്തിന്റെ ആത്മാക്കളെയും കെട്ടുപൊട്ടിക്കാൻ യേശുവിന് ശരീരത്തിനകത്ത് വൈശാചിക ശക്തികൾ കൊണ്ടിട്ട ചില ഡ്രൈനസിന്റെ കുരുക്കുകൾ ഇന്ന് പകൽ ദൈവം കെട്ടുപൊട്ടിക്കുമെന്ന് വിശ്വസിക്കുന്നവർക്ക് നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുക. രക്തത്താൽ വചനത്താൽ ജയമെടുക്കുന്നു. അപ്പൊ രോഗമുണ്ട്, രോഗത്തിന്റെ ആത്മാക്കളുണ്ട്. റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, രോഗമുണ്ട്. രോഗം സാധാരണ വരുന്നതാ. മഴ നനഞ്ഞാൽ രോഗം വരും. സ്തോത്രം. ഫുഡ് നേരെ ചൊവ്വേ കഴിച്ചില്ല രോഗം വരും. ഞങ്ങളുടെ പല കുഞ്ഞുങ്ങളും പ്രാർത്ഥിക്കാൻ വരുമ്പോ എസ്പെഷ്യലി പെൺകുഞ്ഞുങ്ങൾ പറയാറുണ്ട്, പക്ഷേ മൈഗ്രീനാ, ഭയങ്കര മൈഗ്രീനാ. അപ്പൊ ഞാൻ അവരോട് ആദ്യം ചോദിക്കുന്ന ചോദ്യമുണ്ട്, കോഫി ഇഷ്ടമാണോ? കോഫി ഇഷ്ടമാണോ? അവരോട് കോഫിയാണ് ഇഷ്ടം, ചായയേക്കാൾ ഇഷ്ടം കോഫിയാ. അയ്യോ, നീ എപ്പോഴും കോഫി കുടിക്കുന്ന ആളാണെങ്കിൽ നിനക്ക് മൈഗ്രെയിൻ വരും. ഓട്ടോമാറ്റിക്കലി അത് സംഭവിക്കും, കാലക്രമത്തിൽ അത് നടക്കും. ചായക്ക് പോലും അത്രയും സൈഡ് എഫക്റ്റ് ഇല്ല. പക്ഷെ എപ്പോഴും കോഫി കുടിക്കുക, എപ്പോഴും ചോക്ലേറ്റ് കടിക്കുന്ന ആളാണെങ്കിൽ സ്വാഭാവികമായും പ്രായത്തിന്റെ ഒരു നല്ല ഘട്ടം എത്തുമ്പോൾ ആ മനുഷ്യന് മൈഗ്രെയിൻ വരും. അതൊരു ലോകത്തിന്റെ സിസ്റ്റമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. റിയലി സ്തോത്രം. സോ നിങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഫുഡ് കഴിച്ചു, നാളെ നിങ്ങൾ 2 മണിക്ക് ഫുഡ് കഴിക്കുന്നുള്ളൂ, മറ്റന്നാൾ നിങ്ങൾ 3:30 ഉച്ചയ്ക്ക് ഫുഡ്. ഇങ്ങനെ ഡിസോർഡർ ആയിട്ട് നിങ്ങൾ ഫുഡ് കഴിച്ചാൽ നിങ്ങൾക്ക് അൾസർ ഉണ്ടാകും. ഇത് ലോകത്തിന്റെ തത്വമാണ്. അത് നാച്ചുറലി ഉണ്ടാകുന്ന രോഗമാണ്. അതൊരു മനുഷ്യന്റെ ബോഡിയും അതുമായിട്ട് കണക്റ്റഡ് ആകുന്നില്ല. അതിനെ രോഗം എന്നാ വിളിക്കുന്നത്. രോഗത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ ഉണ്ട്. മരുന്ന് എടുക്കണമെങ്കിൽ എടുക്കാം, എടുക്കണ്ടെങ്കിൽ എടുക്കണ്ട, പ്രാർത്ഥിക്കണം, അതൊക്കെ രോഗത്തിന് ഇഷ്ടമുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അടുത്തറല്ല, രോഗമല്ല, രോഗത്തിന്റെ ആത്മാവാണ്. എന്റെ സഹോദരിക്ക് രോഗമായിരുന്നില്ല, രോഗാത്മാവായിരുന്നു. രോഗാത്മാവ് മരുന്ന് കൊണ്ട് മാറത്തില്ല, രോഗാത്മാവ് പ്രാർത്ഥനയിൽ മാത്രമേ മാറത്തുള്ളൂ. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. അതുകൊണ്ടല്ലേ കൂനയായ സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ യേശു പറഞ്ഞത് രോഗമൊഴിഞ്ഞ് സ്വസ്ഥയാകാന്നല്ല. യേശു പറയാ ബാധയൊഴിഞ്ഞ്. അപ്പം നിന്നെ കുനിപ്പിച്ചു നിർത്തിയിരിക്കുന്ന രോഗമല്ല, ഇറ്റ്സ് എ സ്പിരിറ്റ്, അതൊരു ബാധയാണ്. അപ്പൊ രോഗമുണ്ട്, രോഗത്തിന്റെ ബാധയുണ്ട്. 3, ദൈവഹിതമില്ലാതെ കർത്താവിന്റെ മേശ തൊട്ടാൽ, അശുദ്ധിയോടെ തിരുവത്താഴത്തിൽ നിന്ന് പങ്കെടുത്താൽ ഞാൻ എൻ്റെ അകത്ത് ബലഹീനത കയറി പിടിക്കും, ഞാൻ രോഗിയാകും. ഇങ്ങനെ ബൈബിൾ പറയുന്ന രോഗത്തിന് 3 റലങ്ങളാണുള്ളത്. അങ്ങനെ ശരീരത്തിനകത്ത് പിശാച് കൊണ്ടിടുന്ന ഒന്നാമത്തെ റലം ക്ഷാമം എന്ന് പറയുന്നത് രോഗത്തിന്റെ റലങ്ങളാണ്. ശാരീരിക ക്ഷാമം. സ്തോത്രം. ഇന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഇന്നൊക്കെ കുറെ നാൾക്ക് മുമ്പ് ഒരു മമ്മി എൻ്റെ അടുക്കൽ 2 കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. അതിനകത്തൊരു കുഞ്ഞിനെ ഞാൻ നോക്കിയ പച്ച, ഈ ഞാനൊരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഉണക്കക്കമ്പയിൽ തുണി ചുറ്റിയ രൂപം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആൾ അത്രേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. സ്കെൽറ്റ് പെൻസിൽ പോലെ ഇരിക്കുക, കവള കൊട്ടിങ്ങനെ. ആ മമ്മിയെ നോക്കിയപ്പോ മമ്മി ഇങ്ങനെ ചെറുതിരിക്കുക. പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവന്നേ. ഞാൻ പറഞ്ഞു മമ്മി പ്രാർത്ഥിക്കാം. പക്ഷെ ഞാനൊരു കൊച്ചു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്നാ മമ്മിയാ? നിങ്ങൾ ആ കൊച്ചിന് വല്ല ബോസ്റ്റോ ബോൺവിറ്റോ കലക്കി കൂടി നിങ്ങളെല്ലാം കൂടെ തിന്ന് ചേർത്തിരിക്കുക. ആ കൊച്ചിനെ ഇരിക്കുന്നത് കണ്ടോ? അപ്പൊ മമ്മി എന്നോട് പറയാ, പാസ്റ്റേ ഇതുണ്ടല്ലോ, ഈ ഇരിക്കുന്നതുണ്ടല്ലോ, 3 പേരുടെ ഫുഡ് ഒറ്റ ഇരിപ്പിന് തിന്ന് തീർക്കും. പക്ഷെ ആൾ ഇത്രയേ ഉള്ളൂ. അത് ഡ്രൈനസ് ആണ്, ശരീരത്തിനകത്ത് കയറിയ ഡ്രൈനസ്. അത് സ്തോത്രം. അത് മരുന്ന് കൊണ്ട് മാറത്തില്ല, അതൊരു റിപ്പോർട്ടിലും വെളിപ്പെട്ട് വരത്തില്ല. അത് പ്രാർത്ഥനയെ മാത്രമേ തമ്പുരാൻ വെടിവെക്കൂ. റിയലി നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നു. മന്ദിരം, ദൈവം വസിക്കുന്ന മന്ദിരം പെർഫെക്റ്റ് ആകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് പകൽ ദൈവത്തോട് പറ, ഞാൻ പോലും അറിയാതെ എന്റെ ശരീരത്തെ പിശാച് കൊണ്ടിട്ട ചില ക്ഷാമത്തിന്റെ സ്വാധീനത്തെ, രോഗത്തിന്റെ കെട്ടുകളെ ഈ പകലത്തെ മീറ്റിങ്ങിനകത്ത് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അഴിച്ചു കളയാം. രക്തത്താൽ വചനത്താൽ ഞങ്ങൾ ആത്മാവിൽ ക്ഷയമെടുക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവസാന സമയം നമ്മൾ ഇതിനു വേണ്ടി ഒന്ന് സ്തോത്രം പറയേ. അവസാനത്തെ പ്രാർത്ഥന നമ്മൾ ഇതിനു വേണ്ടി ഒന്ന് പേഴ്സണലി പ്രാർത്ഥിക്കും. നിൽക്കട്ടെ. അപ്പൊ ഒന്നാമത്തെ റലം ശരീരത്തെ കൊണ്ടിടുന്ന ക്ഷാമം, അതിനെ രോഗം എന്ന് വിളിക്കാം. എന്നാൽ ക്ഷാമത്തിന്റെ രണ്ടാമത്തെ റലം കേൾക്കണേ. മാനസിക മണ്ഡലത്തിൽ, മനസ്സിൽ പിശാച് ക്ഷാമം കൊണ്ടിടും. എവിടെ കൊണ്ടിടും? മനസ്സ് ഡ്രൈ ആയി പോവും. മനസ്സ് ഡ്രൈ ആകുക എന്ന് പറഞ്ഞാൽ എന്തോ മനസ്സിലാകുന്നു എന്റെ സഹോദരങ്ങളെ? ഈ മനസ്സ് ഡ്രൈ ആയവരുടെ സിംറ്റം നിങ്ങൾ കേൾക്കണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സ് ഡ്രൈ ആണോ എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം. മനസ്സ് ഡ്രൈ ആയവരുടെ സിംറ്റം, അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല, ഡിസിഷൻ മേക്കിംഗ് അവർക്ക് ഉണ്ടാകത്തില്ല. ആരോ പറയുന്നു ഇപ്പൊ പോകാം, എന്നാ ഇപ്പൊ പോകാം.
പിന്നെ ആരോ പറഞ്ഞു എന്നാ ഇപ്പൊ പോണ്ട, എന്നാ ഇപ്പൊ പോകുന്നില്ല. ഇങ്ങനെ രണ്ട് തോണിയിൽ കാല് വെച്ച് നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഡ്രൈ ആണ്, തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല. സ്തോത്രം. ഇത് മനസ്സിനേറ്റ എന്നാൽ മനസ്സ് നിറഞ്ഞവരുടെ പ്രത്യേകത, അവർ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കും. പെട്ടെന്ന് അവർക്ക് ഡിസിഷനുകൾ ഉണ്ടാകും. മനസ്സിലാകുന്നുണ്ടോ? ഈ മനസ്സ് ഡ്രൈ ആയവരുടെ രണ്ടാമത്തെ സിംറ്റം, വാറ്റത്ത മുമ്പിൽ വന്നാലും മനസ്സിലാകത്തില്ല. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. യേശു പറഞ്ഞു അക്കരയ്ക്ക് പോകാം, ശിഷ്യന്മാരോട് പറഞ്ഞു അക്കരയ്ക്ക് പോകാം. ശിഷ്യന്മാരൊക്കെ എല്ലാം കൂടെ അക്കരയ്ക്ക് പോയപ്പോ കാറ്റ് വന്നു, കോള് വന്നു, കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി പടകം മുങ്ങുമാറായി. സോ ഇവരുടെ മനസ്സൊക്കെ ഡ്രൈ ആയി പോയി, ഭീതിയായി, മനസ്സിൽ മരണഭയം മനസ്സിനകത്ത് കയറി. ഈ സമയം നാലാമത്തെ യാമത്തിൽ ആര് നടന്നു വരുന്നു വെള്ളത്തിന് മീതെ? യേശു. ഇവരെന്നാ വിളിച്ചേ? ഭൂതം. വാക്തത്വം മുമ്പിൽ വന്നാലും വാക്തത്വമാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത സ്റ്റേജാണ് മനസ്സിന്റെ ഡ്രൈനസ് എന്ന് പറയുന്നത്. ഞാൻ പറയാം, വേറെ എന്തിനെ കടിഞ്ഞാടിട്ട് സൂക്ഷിക്കാം, പക്ഷെ മനസ്സിനെ സൂക്ഷിക്കാൻ ഇച്ചിരി അധികം കൃപ വേണം. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുക. പിശാചിന്റെ ഏറ്റവും വലിയ പദ്ധതി എന്നാണെന്നറിയാമോ? നമ്മുടെ വീട് പൊളിക്കുന്നതല്ല. ആ പദം ഒന്ന് കേൾക്കണം, ഇത് ഗൗരവമുള്ളൊരു പദമാണ്. പിശാചിന്റെ ഏറ്റവും വലിയ പദ്ധതി നമ്മുടെ പൈസ ഇല്ലാതാക്കുന്നതല്ല, നമ്മുടെ പിള്ളേരെ തകർക്കുന്നതല്ല, നമുക്ക് കടഭാരം കൊണ്ട് നമുക്ക് ഇതൊന്നുമല്ല. പിശാചിന്റെ ഏറ്റവും വലിയ പദ്ധതി നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നതാണ്. പക്ഷെ മനസ്സിനെ അസ്വസ്ഥമാക്കണമെങ്കിൽ നമ്മുടെ വീട് തൊടുവവൻ, നമ്മുടെ വണ്ടി തൊടുവവൻ. ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന വാഹനം ഇതൊരു 7 സീറ്റ് വണ്ടിയാണ്. സത്യത്തിൽ എനിക്ക് ഇത്രയും വണ്ടി ഇഷ്ടമല്ല, എനിക്ക് കൊച്ചു വണ്ടിയാണ് ഇഷ്ടം. ഏത് ട്രാഫിക്കിനിടയ്ക്കൂടെ എനിക്ക് കുത്തിക്കയറ്റി കൊണ്ടുപോകണം, കൊച്ചു വണ്ടിയാണ് എനിക്ക് ഇഷ്ടം. സ്തോത്രം. പക്ഷെ ഞാൻ ഈ എടുത്ത വാഹനം സഭയുടെ ആവശ്യത്തിന് വേണ്ടി എടുത്തതാ. സോ ഈ വാഹനം എടുത്ത് ഒരു 2.5 മാസം കഴിയുന്ന സമയത്ത് എനിക്ക് അടൂര് ഭാഗത്തൊരു മീറ്റിംഗ് ഉണ്ട്. ഏനാത്ത കാലം കഴിഞ്ഞപ്പോൾ എൻ്റെ പുറകിൽ ഒരു ഫയർഫോഴ്സ് വന്നു. അവൻ എൻ്റെ വണ്ടിയുടെ സൈഡെ മൊത്തം ഒരച്ചുകൊണ്ടങ്ങ് പോയി. ഞാൻ വണ്ടി എടുത്തിട്ട് 2.5 മാസം ആകുന്നേ ഉള്ളൂ. ഈ പൊടിയും പുട്ടും ഒക്കെ നമ്മൾ തുടച്ചുകൊണ്ട് നടക്കുന്ന സമയമാണ്. എൻ്റെ വണ്ടി സൈഡിൽ കൂടി ഇങ്ങനെ ഒരച്ചുകൊണ്ടങ്ങ് പോയി. എൻ്റെ മനസ്സിനങ്ങ് ഭയങ്കര ചങ്ക് കീറിയാണ് കയ്പ്. ആമേൻ, സ്തോത്രം. നിങ്ങൾക്കറിയാമോ, അന്ന് രാത്രിത്തെ എൻ്റെ മീറ്റിംഗ് ശോഭിച്ചില്ല. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. കാര്യം എന്നറിയാമോ? ഞാൻ മീറ്റിംഗ് കയറി നിൽക്കുമ്പോൾ മൊത്തം എൻ്റെ ചിന്ത, വണ്ടി ഒരച്ചു, എന്നാ ചെയ്യാൻ പറ്റൂ, ഇനി കൊല്ലത്താണോ കൊടുക്കണ്ടേ, കൊട്ടാരക്ക് ഇനി എത്ര രൂപയാവും തമ്പുരാനെ. ഇത് 2.5 ആഴ്ചക്ക് ശേഷം ഞാൻ ആ വണ്ടി റീപെയിന്റ് ചെയ്യുന്നത്. 2.5 ആഴ്ച ഞാൻ ഇങ്ങനെ നീറിപ്പുകഞ്ഞോണ്ടാണ് നടക്കുന്നത്. സ്തോത്രം. എന്റെ ചോദ്യം, എന്റെ വണ്ടി ഒരച്ചോണ്ട് പിശാചിന് എന്തെങ്കിലും ഗുണം ഉണ്ടായിരുന്നോ? ഇല്ലയോ? ഉണ്ടായിരുന്നു. എന്നാ? 2.5 ആഴ്ച ഞാനിങ്ങനെ നീറി നടക്കണം. ഞാനും ദൈവമായിട്ട് കണക്ട് ആകരുത്. കണ്ടോ, ഈ വെളിപ്പാട് കിട്ടിയവൻ ഇയ്യോബ് പറയാ, അവൻ തരും, അവൻ എടുക്കും. ഞാൻ എന്റെ ബന്ധം മുറിക്കാൻ മനസ്സില്ല, എന്റെ മനസ്സ് അസ്വസ്ഥമാക്കാൻ ഞാൻ തയ്യാറല്ല. ബൈബിളിൽ സങ്കീർത്തനത്തിന് വാക്യമുണ്ട്, എന്റെ കൂടെ അറിയാവുന്ന ഒരു ശബ്ദമുയർത്തി പറയണോ, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീഴട്ടെ, അതിലെ വെള്ളം ഇരച്ച് കലങ്ങട്ടെ, പക്ഷെ എന്റെ ഹൃദയം ഭയപ്പെടാ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ശൂന്യതയുടെ കെട്ട്, ആ ക്ഷാമത്തിന്റെ കെട്ട് ഇന്ന് പകൽ യേശുവിന്റെ നാമത്തില് രക്തത്താൽ വചനത്താൽ ഞങ്ങൾ ആത്മാവിൽ ക്ഷയമെടുക്കുകയാണ്. കരമൊന്ന് ഉയർത്തി ശക്തിയോടെ പറയാമോ ഹല്ലേലൂയ. ഞങ്ങളുടെ ചർച്ചയിനകത്ത് ഒരു മാന്യ സഹോദരി, അവരുടെ വീടിനകത്ത് ഒരു ജപ്തി നോട്ടീസ് വന്നു ഇന്നലെ കുറെ മാസങ്ങൾക്ക് മുമ്പ്. അപ്പൊ ആ സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ബുധനാഴ്ച പകല എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാസ്റ്റർ വീടിനകത്ത് ജപ്തി നോട്ടീസ് വന്നു. അയ്യോ, എന്റെ മനസ്സൊക്കെ തകർന്നു പോയി. സ്തോത്രം. അടുത്ത സൺഡേ മീറ്റിംഗിൽ ഞാൻ വരുന്നതിനേക്കാൾ മുമ്പ് ഈ ആന്റി വന്നിരിപ്പുണ്ട്. അപ്പൊ ജപ്തി നോട്ടീസ് വന്ന ഒരു വീട്ടിൽ ആന്റിയോട് നമ്മൾ എങ്ങനെയാ സംസാരിക്കുന്നത്? എന്നാണ്ട് വിശേഷമൊക്കെ സന്തോഷമായിരിക്കുന്നോ എന്നാണോ? അല്ല. ജപ്തി നോട്ടീസ് വന്നൊരു വീട്ടിൽ ആന്റിയോട് വളരെ തന്മയത്വത്തോടെ വളരെ ശാന്തമായിട്ട് മിതമായ ഭാഷയിൽ ഞാൻ അവിടെ ചെന്ന് വെച്ചു, ആന്റി ഞാൻ കൊച്ചു ദീർഘശ്വാസമൊക്കെ എടുത്തു. എങ്ങനെ ഇനി കാര്യങ്ങളൊക്കെ? ആന്റി എന്നോട് പറയണേ, പാസ്റ്ററേ, ഞാൻ ചോദിച്ചാ കൃപയാൽ സന്തോഷമായിരിക്കുന്നു. ഞാൻ ചോദിച്ചേ, അപ്പൊ ജപ്തി നോട്ടീസോ? അത് വീട്ടിലുണ്ടെന്ന്. അപ്പൊ മനസ്സിൽ വാടുന്ന സ്വസ്ഥത എന്നാ സ്വസ്ഥതയല്ലേ? സ്തോത്രം. വിശ്വാസത്തിൽ വന്നിട്ട് 7 മാസം 6.5 മാസം കൊണ്ട് അകത്ത് കിട്ടിയ സ്വസ്ഥത എന്നാണെന്നറിയാമോ? അവൻ വീട് പൊളിക്കോ, ജപ്തിക്കാരോ, പക്ഷെ ഞാൻ ആരാധന മുടക്കുകയില്ല, എന്റെ മനസ്സ് അസ്വസ്ഥമാകാൻ ഞാൻ സമ്മതിക്കുകയുമില്ല. വിശ്വസിക്കുന്നവർ കരമൊന്ന് ഉയർത്തി പറ, എന്റെ മനസ്സെ നീ ഒന്ന് അടങ്ങിയിരിക്കാൻ പറ. ഹല്ലേലൂയ. എന്റെ മനസ്സ് നീ ഒന്ന് അടങ്ങിയിരിക്കും. ബൈബിളിൽ കിടക്കുന്ന മറ്റൊരു വാക്യം എങ്ങനെയാണെന്നറിയാമോ? അമ്മയുടെ കയ്യിൽ മുല കൂടി മാറിയ ഒരു പൈതൽ കിടക്കുന്നത് പോലെ എന്റെ മനസ്സേ നീ ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ. അയ്യോ, എനിക്ക് ഈ വാക്കിന്റെ ആഴമൊന്നും എനിക്കറിയാൻ പാടില്ല. കഴിഞ്ഞ ജനുവരി 20 എനിക്ക് ഈ വാക്കിന്റെ ആഴം പിടിക്കും. അതെന്റെ വാസന ജനുവരി 20 അമ്മ കർത്താവ് എനിക്കൊരു കൊച്ചിനെ തരുന്നേ. സ്തോത്രം. എന്റെ കൊച്ചിന് ഇപ്പൊ 1.5 വയസ്സായി. സ്തോത്രം. എന്റെ വൈഫ് ഷൈനയുടെ കയ്യിൽ നിന്ന് എന്റെ 1.5 വയസ്സുള്ള കൊച്ചു പാല് മേടിച്ച് കുടിച്ചിട്ട് ഒരു കിടത്തയുണ്ട്. എന്നാ രസം കാണാൻ. അവനെ കൊണ്ട് പിന്നെ ഒരു ശല്യവും ഇല്ല. സ്തോത്രം. ബൈബിളിൽ കിടക്കുക, അമ്മയുടെ കയ്യിൽ മുലകൂടി മാറി ഒരു പൈതൽ കിടക്കുന്നത് പോലെ എന്റെ മനസ്സേ നീ ഒന്ന് അടങ്ങിയിരിക്കുക, അവിടെ നീ ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ. ദൈവം വലുത് ചെയ്യും.
മാറിയൂന്ന് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ഇന്ന് മുതൽ മനസ്സിനുണ്ടാകുന്ന ഡ്രൈനസിന്റെ കുരുക്കിനെ അടിവേര് പറിച്ച് നമുക്ക് ദൂരെ കളയണം. പിശാച് ആ വിഷയത്തിൽ ജയമെടുപ്പ് നമ്മൾ സമ്മതിക്കത്തില്ലെന്ന് വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് ഹല്ലേലൂയ. സ്തോത്രം. പൈശാചിക ശക്തികൾ ഒരുക്കുന്ന ക്ഷാമത്തിന്റെ മൂന്നാമത്തെ തലം കേൾക്കണം. ഒന്ന്, ശരീരത്തിൽ ക്ഷാമം ഉണ്ടാകും, അത് രോഗങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാമത് ക്ഷാമത്തിന്റെ അനുഭവം എന്ന് പറയുന്നത് മനസ്സിൽ ക്ഷാമം ഉണ്ടാകും, അത് ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാക്കത്തില്ല നമ്മൾ പറഞ്ഞു. എന്നാൽ ക്ഷാമത്തിന്റെ മൂന്നാമത്തെ തലം ആത്മാവിൽ പിശാച് ട്രൈനസ് കൊണ്ടിടും. എന്തോ ആത്മാവിൽ. ഈ ആത്മാവിൽ ക്ഷാമം വന്നവരുടെ ലക്ഷണം പെട്ടെന്ന് കാണുമ്പോഴേ നമുക്കറിയാം. യോഗത്തിൽ നമ്മളൊന്ന് എല്ലാവരും ആരാധിക്കുമ്പോൾ കണ്ണിങ്ങനെ തുറന്നു നോക്കിയാൽ മതി. ആത്മാവ് ഡ്രൈ ആയവരുടെ ലക്ഷണം നമുക്ക് കാണുമ്പോഴേ അറിയാം. അവര് ഇപ്പൊ ഞാനിവിടെ വന്നപ്പോൾ മനോഹരമായ സിസ്റ്റം, ഇപ്പൊ കറണ്ട് പോയോണ്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്റെ തമ്പുരാനെ ഒരു കൺവെൻഷന്റെ എല്ലാ സാധനങ്ങളും ഇറക്കി വെച്ചിട്ടുണ്ട്. സ്തോത്രം. ഇതുപോലത്തെ 10 സിസ്റ്റം നമ്മുടെ ചെവിയുടെ കീഴൊക്കെ കൊണ്ടുവച്ചു പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാലും നമ്മൾ അനങ്ങത്തില്ല. കാര്യം നമ്മുടെ ആത്മാവ് ഡ്രൈ ആയിപ്പോയി. ഒരു സ്തോത്രം പറഞ്ഞേ. എല്ലാവരും തകർത്തു വാരി കൈയടിച്ചാലും നമ്മള് സ്തോത്രം സ്തോത്രം സ്തോത്രം. കാര്യം എന്താണെന്നറിയാമോ? ആത്മാവ് ഡ്രൈ ആയിപ്പോയി. ഒരു സ്തോത്രം പറഞ്ഞേ. അഭിഷേകം ഡ്രൈ ആയവരെ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകും. സ്തോത്രം. ഇന്ന് പകൽ ദൈവത്തോട് പറ, എന്റെ അഭിഷേകത്തെ ഞാൻ അങ്ങ് ആളി കത്തിക്കാൻ പോവുക. സ്തോത്രം. എന്റെ അകത്തുള്ള ആത്മാവ് അങ്ങ് ബലപ്പെടാൻ പോവുക. എന്റെ ശരീരത്ത് പിശാച് കൊണ്ടിടുന്ന ക്ഷാമവോ, എന്റെ മനസ്സിനകത്ത് പിശാച് കൊണ്ടിടുന്ന ക്ഷാമവോ, എന്റെ ആത്മമണ്ഡലത്തിനകത്ത് പിശാച് ഒരുക്കുന്ന ഡ്രൈനസുകളെയോ യേശുവിന്റെ നാമത്തില് ഓ റബലഗലഗലഗനഗ ശംബരാദിയാബനെ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പൈശാചിക മണ്ഡല ക്ഷാമം കൊണ്ടിടുന്ന നാലാമത്തെ തലം നിങ്ങൾക്ക് കേൾക്കണോ? പിശാചി ക്ഷാമം കൊണ്ടിടുന്ന നാലാമത്തെ തലം എന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തിക വിഷയത്തിൽ, ഭൗതിക നന്മകളിൽ പിശാച് സാമ്പത്തിക വിഷയത്തിൽ ക്ഷാമം വന്നവരുടെ സിംറ്റം ഞാൻ പറയട്ടെ. EMI അടച്ച് ഊപ്പാട് വരും. ലോൺ അടച്ച് ഊപ്പാട് വരും. ആ കൂട്ടത്തിലുള്ളവർ മാത്രം കാരൊന്ന് ഉയർത്തി കാണിക്കാമോ? ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനും ഉണ്ട്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അത് ആരുടെയും പ്രശ്നമല്ല, അത് സാഹചര്യം അവരെ അങ്ങനെ ആക്കുന്നതാ. സാമ്പത്തിക വിഷയത്തിൽ ഡ്രൈനസ് കൊണ്ടിടുന്ന പൈശാചിക ശക്തികൾ. നിങ്ങൾക്ക് നാളെ രാവിലെ 10 ലക്ഷം രൂപ കടം അടച്ചു തീർത്തേ പറ്റൂ. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ സ്വസ്ഥതയോടെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങളുടെ ആ സാമ്പത്തികത്തിൽ ഡ്രൈനസ് കൊണ്ടിട്ട് അട്ടഹസിച്ചിരിക്കുന്ന ഒരു പൈസ ഇന്ന് രാവിലെ ദൈവത്തോട് പറ, എനിക്കുള്ള ഉറവകൾ ദൈവം തുറക്കും പിശാചേ, എനിക്കുള്ള ഉറവിടങ്ങൾ ദൈവം തുറക്കും പിശാചേ. അവൻ ആടി തുറക്കോ, അവൻ ആകാശത്തിന്റെ കിളിവാതിൽ തുറക്കോ. എനിക്കുള്ള ഭൗതിക നന്മയുടെ കേന്ദ്രോ യേശു തുറക്കുമെന്ന് വിശ്വസിക്കുന്നവർ ആവശ്യങ്ങളുടെ മേൽ അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവമുണ്ടമ്മേ. ഹല്ലേലൂയ. അയ്യോ, ആരോ പെന്തക്കോസിനകത്ത് പ്രസംഗിക്കുന്നു, ഭൗതികം പ്രസംഗിക്കരുത്, അത് പ്രോസ്പിരിറ്റി ദുരുപദേശമെന്ന് ആരെങ്കിലും നിന്നോട് പറയുന്നെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയാം, എന്റെ ആവശ്യങ്ങൾ പറയാൻ എനിക്ക് എന്റെ അപ്പം മാത്രമേ ഉള്ളൂ. അത് ദുരുപദേശമല്ല, അതൊരു മനുഷ്യന്റെ ആവശ്യത്തിന് മേൽ ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. ഞാൻ എന്റെ ആവശ്യം വേറെ ആരോട് പറയും? മനുഷ്യനോട് പറയാൻ പറ്റുമോ? അല്ല. എനിക്ക് എന്റെ ആവശ്യം പറയാൻ എന്റെ അപ്പം മാത്രമേ ഉള്ളൂ. അവൻ എനിക്ക് അഭിഷേകം തരുന്ന ദൈവമാ, അവൻ എനിക്ക് കൃപ തരുന്ന ദൈവമാ, അവൻ എനിക്ക് പ്രാർത്ഥിക്കാനുള്ള ദൈവശക്തി തരുന്ന ദൈവമാ. അപ്പൊ തന്നെ എന്റെ ആവശ്യങ്ങളുടെ മേൽ എന്റെ ദൈവം അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർ കരമൊന്ന് ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ. കണ്ടോ? ഡ്രൈനസ് വരുന്ന 4 തലങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, ശരീരത്തിൽ ക്ഷാമം വരും, അത് രോഗങ്ങളായി നമ്മൾ നിർണ്ണയിച്ചു. 2, മനസ്സിൽ ഡ്രൈനസ് ഉണ്ടാകും, അത് ഡിസിഷൻ മേക്കിങ്ങളെ തടയും. 3ാമത് ക്ഷാമം ഉണ്ടാക്കുന്ന മേഖല ആത്മമണ്ഡലത്തിൽ ക്ഷാമം ഉണ്ടാകും. 4, സാമ്പത്തിക ഭൗതിക വിഷയത്തിനകത്ത് ക്ഷാമം ഉണ്ടാകും. എന്നാൽ ഈ ക്ഷാമത്തെ ജയിക്കാൻ ബൈബിൾ പറയുന്ന 3 കാര്യങ്ങളുണ്ട്. അതും കൂടെ പറയുമ്പോൾ സമയങ്ങൾ പരിസമാപ്തിയിലേക്ക് എത്തും. ഇത് നമ്മുടെ മെസ്സേജിന്റെ ഒരു ചെറിയ സ്പോട്ട് മാത്രമേ ആകുന്നുള്ളൂ. അത്രയും പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള സമയം നമുക്കുള്ളൂ. ഒത്തിരി ശുശ്രൂഷകൾ ഇന്ന് രാവിലെ നടക്കണമല്ലോ. ആകിൽ ആ കൃത്യസമയത്ത് നമുക്ക് യോഗം വൈൻഡപ്പ് ചെയ്യണം. ഈ ക്ഷാമങ്ങളെയൊക്കെ ജയിക്കാൻ ബൈബിൾ പഠിപ്പിക്കുന്ന 3 കാര്യങ്ങൾ വേഗത്തിൽ തുറന്നേ. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. ക്ഷാമത്തെ ജയിക്കാൻ ബൈബിൾ പഠിപ്പിക്കുന്ന 1-ാമത്തെ പോംവഴി. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. ചില ക്ഷാമങ്ങളെ ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ വായിക്കണം. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. അബ്രഹാമിന്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്ത് ഒരു ക്ഷാമമുണ്ടായി. അപ്പൊ ക്ഷാമത്തെ ജയിക്കാനുള്ള 1-ാമത്തെ പോംവഴിയിലേക്ക് ഞാൻ വരിക. ഇനി എന്നെ ശ്രദ്ധിക്കണേ. ഈ വാക്യം കിടക്കുന്നത് അബ്രഹാമിന്റെ കാലത്ത് ഒരു ക്ഷാമം ഉണ്ടായിരുന്നു പോൽ ആ ക്ഷാമം ഇപ്പൊ മകന്റെ കാലഘട്ടത്തിലും ഉണ്ടായി. എന്നെ ശ്രദ്ധിച്ച് അപ്പന്റെ കാലത്ത് ഒരു ക്ഷാമം ഉണ്ടായിരുന്നു. ഇപ്പൊ മകനായി ഇസ്ഹാക്കിന്റെ കാലത്തും ആ ക്ഷാമം ഉണ്ടായി. അപ്പന്റെ കാലത്ത് ക്ഷാമം ഉണ്ടായപ്പോൾ എന്താ നടന്നേ? അത് ഉൽപ്പത്തി 12-ാം അധ്യായത്തിലുണ്ട്, എടുക്കണ്ട. ഉൽപ്പത്തി 12-ൽ അപ്പൻ അബ്രഹാമിന്റെ കാലത്ത് ഒരു ക്ഷാമം ഉണ്ടായപ്പോ അബ്രഹാം ചെയ്ത കാര്യം എന്താണെന്നറിയാമോ? ആ നാട് വിട്ട് ഓടിപ്പോയി. എല്ലാരും ഒന്ന് പറഞ്ഞേ.
ഓടിപ്പോയി. ഒന്ന് പറഞ്ഞേ, ഓടിപ്പോയി. അപ്പൊ അബ്രഹാമിന്റെ കാലത്ത് ക്ഷാമം ഉണ്ടായപ്പോ അബ്രഹാം അവിടെ പിടിച്ചു നിന്നില്ല, പ്രാർത്ഥിച്ചില്ല, വാഗ്ദത്തം തേടിയില്ല. അബ്രഹാം നാട് വിട്ട് ഓടിപ്പോയി. ഉൽപ്പത്തി 12-ാം അധ്യായത്തിലുണ്ട്. എന്നാൽ ഇപ്പൊ മകന്റെ കാലഘട്ടം എത്തിയപ്പോ അപ്പന്റെ കാലത്തെ സെയിം ക്ഷാമം ഇപ്പൊ ഇസഹാക്കിന്റെ മകന്റെ കാലത്തിലും ഉണ്ടായി. എന്തിനായിരിക്കും നിങ്ങൾ പറ? അപ്പൻ ഓടിയതുപോലെ നീ ഓടണം. സ്തോത്രം. അപ്പനെ ഓടിപ്പിച്ച അതേ സ്വാധീനം മകന്റെ കാര്യത്തിൽ ട്രൈനസ് ആയി വെളിപ്പെട്ട് വന്നപ്പോ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ സിസ്റ്റർ. 2-ാമത്തെ വാക്യം വായിച്ചേ. ആമേൻ. യഹോവ ആമേൻ ഇസഹാക്കിന് പ്രത്യക്ഷനായി. ഒന്ന് വായിച്ചേ. യഹോവ അവന് പ്രത്യക്ഷനായിട്ട് പറയുക. അടുത്ത വാക്യം എന്നാ? നീ മിസ്രൈമിലേക്ക് പോകരുത്. അയ്യോ, നീ മിസ്രൈമിലേക്ക് ഓടി പോകല്ലേ. നിന്റെ അപ്പൻ ഓടിയതുപോലെ നീ ഓടരുത്. ക്ഷാമത്തെ ജയിക്കാനുള്ള 1-ാമത്തെ പോംവഴി, ഇവിടം വിട്ട് നീ ഓടി പോകരുത്. ഈ ക്ഷാമത്തിൽ തന്നെ നീ നിക്ക്. ഇനി നിന്നാ മാത്രം മതിയോ? പോരാ. ഈ നാട്ടിൽ നീ വിത്തെറിയണം. സ്തോത്രം. വിത്തെറിഞ്ഞാൽ അടുത്ത വർഷം കഴിയുമ്പോ ദൈവം നിനക്കൊരു കൊയ്ത്ത് ഈ വിഷയത്തിനകത്ത് തരും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ക്ഷാമത്തെ ജയിക്കാനുള്ള 1-ാമത്തെ പോംവഴി, ഓടി പോകല്ല്. നാട് വിട്ട് ഓടി പോകരുത്. ദേശം വിട്ട് ഓടി പോകരുത്. പൈശാചിക മണ്ഡലം ഒരുക്കുന്ന ഭീഷണിയുടെ മുമ്പേ നീ ശക്തിയോടെ നിൽക്കണം. നീ കൃപയോടെ നിൽക്കണം. നീ വിത്തെടുത്തെറിയണം. വിത്തെറിഞ്ഞാൽ അടുത്ത വർഷമാകുമ്പോ ഇസഹാക്ക് ഈ ക്ഷാമത്തിന്റെ രൂക്ഷതയും അടിച്ചു കളയോ. വിശ്വസിക്കുന്നവർ കരമൊന്ന് ഉയർത്തി ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. ആമേൻ. അപ്പൊ ക്ഷാമത്തെ ജയിക്കാനുള്ള 1-ാമത്തെ വഴി ഓടിപ്പോകരുത്. അടുത്തിരിക്കുന്ന കൈയൊക്കെ പിടിച്ച് സന്തോഷത്തോടെ പറഞ്ഞിട്ടെ ഓടിപ്പോവല്ലെന്ന് പറ. ഓടിപ്പോവല്ലേ. എവിടെ ഈ ഓടുന്നേ? എങ്ങോട്ട് ഓടാനാ? സ്തോത്രം. സഭ വിട്ട് സഭയിലേക്ക് ഓടിപ്പോകല്ലേ. ദേശം വിട്ട് ദേശത്തിലേക്ക് ഓടിപ്പോകല്ലേ. ഓടിപ്പോപ്പിക്കുന്നത് പൈശാചിക ശക്തി. നീ അവിടെ ഉറച്ചു നിൽക്ക്. എനിക്കിന്ന് ഓർമ്മയുണ്ട്, കുറെ നാളുകൾക്ക് മുമ്പ് എറണാകുളത്തുനിന്ന് ഒരു മാന്യ സഹോദരി എന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചു. ഞാൻ ഈ സാക്ഷി അവിടെ പറഞ്ഞാലും എനിക്ക് ആശങ്കയാ. നിങ്ങൾ ആരെങ്കിലും ബന്ധുക്കളാണോ അതെന്ന് പോലും എനിക്കറിയില്ല. സ്തോത്രം. ഒരു ആന്റി എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചു. പക്ഷേ എറണാകുളം പട്ടണത്തിൽ 2 ഫ്ലാറ്റ് ഞങ്ങൾക്കുണ്ട്. 2 വിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാവോ? ഞാൻ പറഞ്ഞു ഒരെണ്ണം ഫ്രീ ആയിട്ട് തരാമെങ്കിൽ ഞാൻ എടുത്തോളാം. പിന്നെ ഒരെണ്ണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതിയല്ലോ. ആന്റി പറഞ്ഞു നോ, അത് വേണ്ട, 2 വിൽക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ചോദിച്ചു, ആന്റി എറണാകുളം പോലത്തെ ഒരു പട്ടണം, 2 ഫ്ലാറ്റ്, എന്താ വിൽക്കാൻ? സാമ്പത്തിക പ്രശ്നമാണോ? ആന്റി പറഞ്ഞു നോ, എനിക്ക് നല്ല പെൻഷനുണ്ട്. എൻ്റെ അച്ചായന് നല്ല പെൻഷനുണ്ട്. ഞങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നം ഇല്ല, ഒട്ടുമില്ല. എനിക്ക് 2 മക്കളാണ്. ഒരാൾ ബാംഗ്ലൂരും ഒരാൾ UK-ലുമാണ്. ഞങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നമില്ല. ഞാൻ ചോദിച്ചു പിന്നെന്താ എറണാകുളം പോലത്തെ ദേശത്ത് 2 ഫ്ലാറ്റ് ഇട്ടിട്ട് നിങ്ങൾ വിൽക്കുന്നത്? അപ്പോൾ ഈ ആന്റി പറയാ, അതോ പാസ്റ്റർ ഇന്നൊക്കെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ 2 ഫ്ലാറ്റിലും വന്നൊരു പാസ്റ്റർ പ്രാർത്ഥിച്ചായിരുന്നേ. പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ ഫ്ലാറ്റ് ഇപ്പം നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അത് പണ്ട് വെച്ചാരാധന നടത്തിയ ഒരു മണ്ണ. അതുകൊണ്ട് ഇവിടെ ഒത്തിരി കുട്ടിപ്പിശാചുക്കളുണ്ട്. നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണ്ട, നിൽക്കണ്ട, വിറ്റിട്ട് പൊക്കോളെ. ഞാൻ പറഞ്ഞു എൻ്റെ കൊച്ചു പ്രശ്നം പറഞ്ഞിരിപ്പുണ്ട്. ആന്റി ചോദിച്ചു എന്നാ പാസ്റ്റേ? ഞാൻ പറഞ്ഞല്ല, വിൽക്കാൻ ദൈവം അവസരം തന്നാൽ, അവസരം തന്നാ ആന്റി എങ്ങോട്ട് പോകും? അതൊരു ചോദ്യമല്ലേ. ഈ 2 ഫ്ലാറ്റ് വിട്ടിട്ട് എങ്ങോട്ട്? അതോ പാസ്റ്റേ ഈ എറണാകുളം പോലത്തെ ഒരു പട്ടണത്തിൽ താമസിച്ച് ഞങ്ങൾക്ക് പിന്നെ താമസിക്കാൻ യോഗ്യമെന്ന് തോന്നുന്നൊരു സ്ഥലം ട്രിവാൻഡ്രം പട്ടണമാണ്. ഞങ്ങൾ അവിടെ വരും, ഒരു ഫ്ലാറ്റ് മേടിക്കും, അവിടെ താമസിക്കും. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നാന്റി, അതിന്റെ തൊട്ടിപ്പുറ ജില്ലയിൽ കിടക്കുന്ന ആളാണ് ഞാൻ, കൊല്ലം പട്ടണത്തിൽ. ഇവിടെ ഇതിനേക്കാൾ വലിയ പിശാചുക്കളുണ്ട്. അപ്പൊ എവിടെ പോകും? അപ്പൊ എൻ്റെ ചോദിച്ചു തെക്കുണ്ടോ പാസ്റ്റേ, തെക്കുണ്ടോ? ഞാൻ പറഞ്ഞു വടക്കുള്ളതിനേക്കാൾ കൂടുതൽ തെക്കുണ്ട്. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. അപ്പൊ എവിടെ പോവും? അപ്പൊ അടി പറഞ്ഞു എന്നാ പിന്നെ കേരളത്തിൽ വേണ്ട പാസ്റ്റർ. ഞാൻ പറഞ്ഞു അതാ നല്ല, കേരളത്തിൽ വേണ്ട. പക്ഷെ എവിടെ പോവും? അതോ ഇളയ കൊച്ച് ബാംഗ്ലൂരാന്ന് പറഞ്ഞല്ലോ, അവിടെ പോയി ഒരു കൊച്ചു അപ്പാർട്ട്മെന്റ് മേടിച്ച് അവിടെ കാണാൻ താമസിക്കും. ഞാൻ പറഞ്ഞു ആന്റി അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്നാ ഈ ബാംഗ്ലൂർ ഇടയ്ക്കിടയ്ക്ക് പോയി ശുശ്രൂഷിക്കുന്ന ഒരു പാസ്റ്ററാണ് ഞാൻ. അവിടെ മൂത്ത പിശാചുക്കൾ അയ്യര് കളിയാ. അപ്പൊ എവിടെ പോവും? അവിടെ ഉണ്ടോ പാസ്റ്റർ? ഞാൻ പറഞ്ഞു അവിടെ എവിടെ നോക്കിയാലും പിശാച. അയ്യോ എന്നാ പിന്നെ ഇന്ത്യ വേണ്ട പാസ്റ്റർ. ഞാൻ പറഞ്ഞു അതാ നല്ലേ. പക്ഷെ എവിടെ പോവും? ആര് പറഞ്ഞു? മൂത്ത കൊച്ചു യൂറോപ്പിലാന്ന് പറഞ്ഞു, UK-ലാന്ന് പറഞ്ഞല്ലോ. എന്നാൽ പിന്നെ അവിടെ കാണും ഒരു വിസ എടുത്ത് അവിടെ കാണും പോയി. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നാൻറ്റി, എൻ്റെ ചേച്ചി ഈ യൂറോപ്പിൽ താമസിക്കുന്ന ഒരാളാണ്. എൻ്റെ സഹോദരി വിദേശത്ത് താമസിക്കുന്നത്, യൂറോപ്പിലാണ്. സോ എനിക്ക് നന്നായിട്ട് അറിയാം അവിടെ പിശാചിന്റെ കൂടാ മൊത്തവും. അപ്പൊ എവിടെ പോവും? അവിടെ ഉണ്ടോ പാസ്റ്റർ? ഞാൻ പറഞ്ഞു അവിടെ അതേ ഉള്ളോ. അപ്പൊ എവിടെ പോവും? ആന്റി പറഞ്ഞു പാസ്റ്റർ പറ എവിടെ പോകണം? ഞാൻ പറഞ്ഞു എങ്ങും പോണ്ട. എവിടാ പോന്നേ? അവിടെ ഇരിക്കേ, ആ ഫ്ലാറ്റിൽ ഇരുന്ന് ആരാധിക്ക്, അവിടെ ഇരുന്ന് ആ കെട്ടുപൊട്ടിക്ക്. ഇന്ന് രാവിലെ പരിശുദ്ധ പറയുന്നത് ഡ്രൈനസിന് മുമ്പേ തോറ്റോടുന്നവനെ അല്ല ദൈവത്തിന് വേണ്ടുന്നേ. ക്ഷാമത്തിന് നടുവിൽ നീ വിത്തെടുത്തെറിയ. പ്രാർത്ഥന വിത്ത, വചനം വിത്ത, ആരാധന വിത്ത, കണ്ണുനീര് വിത്ത. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. ക്ഷാമത്തിന് നടുവിൽ ഓടിപ്പോകല്ലേ, വിറ്റിട്ട് പോകല്ലേ. ഈ ദേശത്ത് ഉറച്ചു നിൽക്ക്. ഈ ചെമ്പൂർ ദേശത്തിൽ ദൈവം നിനക്കൊരു കൊയ്ത്തു വെച്ചിട്ടുണ്ടെന്ന്. ക്ഷാമത്തെ ജയിക്കാനുള്ള 1-ാമത്തെ വഴി ഓടിപ്പോകല്ലെന്നുള്ളതാ. ക്ഷാമത്തെ ജയിക്കാനുള്ള 2-ാമത്തെ വഴിയിലേക്ക് ഞാൻ വരാം. ഉൽപ്പത്തി പുസ്തകം തന്നെ 41-ാമത്തെ അധ്യായം 56-ാമത്തെ വാക്യം. ക്ഷാമത്തെ ജയിക്കാനുള്ള 2-ാമത്തെ വഴി ഉൽപ്പത്തി പുസ്തകം 41-ാമത്തെ അധ്യായം 56-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ക്ഷാമം ഭൂതലത്തിലൊക്കെയും ഉണ്ടായി. അടുത്ത വാക്യം. യോസേഫ്
പാണ്ടികശാലകളൊക്കെ ക്ഷാമത്തെ ജയിക്കാനുള്ള രണ്ടാമത്തെ പോംവഴി അവിടെ തന്നെ കിടപ്പുണ്ട്. നിങ്ങൾ നോക്കി പറ, ക്ഷാമത്തെ ജയിക്കാനുള്ള രണ്ടാമത്തെ പോംവഴി എന്നാ? ക്ഷാമം വരുമ്പോൾ എന്നാ തുറക്കണം? പാണ്ടികശാല. എന്നാ? പാണ്ടികശാല. പാണ്ടികശാലയുള്ളവരെല്ലാം കൂടെ ഒരു ഹല്ലേലൂയ പറയാൻ പറഞ്ഞാൽ എത്ര പേര് പറയും? അയ്യോ, അക്കൗണ്ടിൽ പൈസ ഉള്ള കാര്യമല്ല ചോദിച്ചേ. നമുക്ക് അതെല്ലാവർക്കും ഉണ്ട്. 10 അക്കൗണ്ട് ഉണ്ട്, 10 ATM കാർഡ് ഉണ്ട്, ഒന്നിലും പൈസ ഇല്ലെങ്കിലും. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ, അതല്ല ചോദിക്കുന്നത്. ലോകപ്രകാരം നമുക്ക് അക്കൗണ്ട് ഉണ്ട്, ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്, നമുക്ക് സ്വരുക്കൂട്ടുന്നുണ്ട് നമ്മൾ തന്നെ. പക്ഷേ ആത്മീയത്തിൽ പാണ്ടികശാലയുള്ള എത്ര പേരുണ്ട്? അപ്പൊ ഒരു ചോദ്യം വന്നു, പാസ്റ്റർ എന്നെ ഈ ആത്മീയത്തിലെ പാണ്ടികശാല പറയാം. ഭൗതികത്തിന്റെ പാണ്ടികശാല എന്താണെന്ന് ആദ്യം അറിയണം. ഭൗതികത്തിന്റെ പാണ്ടികശാല എന്ന് പറഞ്ഞാൽ 1000 കിട്ടിയാൽ 1000 പുട്ടടിച്ച് തീർക്കരുത്. 100 രൂപ നാളെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം. ഇത് ലോകത്തിന്റെ ഒരു തത്വമാണ്. അവർക്ക് വേണ്ടി സ്വരുക്കൂട്ടണം. അത് മാറ്റിവെക്കുമ്പോൾ അത് പാണ്ടികശാലയെ മാറും. യോസേഫിന്റെ കാലത്തെ പാണ്ടികശാല എന്നാ? തമ്പുരാൻ പറഞ്ഞുടാ, ക്ഷാമം വരാൻ പോവാ, എല്ലാം കൂടെ പുട്ടടിച്ച് തീർക്കരുത്, കുറെ നന്മ പാണ്ടികശാലയിലേക്ക് മാറ്റണം. ക്ഷാമം വരുമ്പോ ഇത് തുറന്ന് തിന്നാം. ഒരു സ്വതന്ത്രം പറഞ്ഞേ. അപ്പൊ ആവുന്ന കാലത്ത് കയ്യിൽ പൈസ ഉള്ളപ്പോ, 10 നന്മയുള്ളപ്പോൾ മാറ്റിവെക്കുന്ന നന്മകളെ ആ പാണ്ടികശാല എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണ് ആത്മീയത്തിലെ പാണ്ടികശാല എന്നാ പറയാം. ഇന്ന് 10 സ്വോത്രം പറയാൻ ശക്തി ഉണ്ട്, 10 സ്വോത്രം പറയണം. ഇന്ന് ഉപവസിക്കാൻ ത്രാണയുണ്ട്, ഇരിക്കണം ദൈവസന്നിധി. ഇത് 10 വർഷം കഴിയുമ്പോൾ പറ്റാതെ വരുന്നൊരു സ്റ്റേജ് വരും. അന്ന് ഈ ഇരുന്നതിന് ദൈവം ഒരു നന്മ തരും. അത് ആത്മീയത്തിലെ പാണ്ടികശാല. സ്തോത്രം. നിങ്ങൾ പറഞ്ഞ ദൈവദാസൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഇവിടെ ടാപ്പിംഗ് അതൊക്കെ ഉണ്ട്, എനിക്കറിയാം. ബന്ധപ്പെട്ട് ജീവിക്കുന്നവരെ നമ്മളെല്ലാവരും അതൊക്കെ അറിയാം. പക്ഷെ ഇന്ന് 10 യോഗത്തിൽ ചെന്നിരിക്കുക. 5 വർഷം കഴിയുമ്പോൾ പോകാൻ പറ്റാത്ത സ്റ്റേജ് വരുമെന്ന്. ആ സമയം ഇന്ന് ഇരുന്നതിനെ ഓർത്ത് ദൈവം കനിഞ്ഞു നൽകി മാനിക്കുന്ന ഒരു സമയമുണ്ട്. അച്ഛാ, കുറെ നാളുകൾക്ക് മുമ്പാണ് ഒരു സഭയെ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ആ സഭയുടെ പാസ്റ്റർ അടുത്ത് വന്ന് പറഞ്ഞു, പാസ്റ്ററെ എന്റെ മമ്മി മാതാവ് പ്രായമുണ്ട്, റൂമിനകത്ത് കിടക്കുക, പാസ്റ്റർ ഒന്ന് വരാവോ? ഇവിടെ വരുന്ന എല്ലാ പാസ്റ്റർമാരെ കൊണ്ട് ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിപ്പിക്കും, പാസ്റ്റർ ഒന്ന് വരാവോ? ഞാൻ പറഞ്ഞു പിന്നെ സന്തോഷമല്ലേ. ഈ അമ്മച്ചിമാർ പ്രായമുള്ളവർ കിടക്കുന്ന റൂമിൽ ചെല്ലുമ്പോൾ മരുന്നിന്റെ ഒക്കെ ഒരു സ്മെല്ല് നമുക്ക് ഫീൽ ആകും, റൈറ്റ്? മരുന്നിന്റെ ഒക്കെ ഈ അമ്മച്ചി കിടക്കുന്ന റൂമിന്റെ ഡോർ തുറക്കുമ്പോഴും മരുന്നിന്റെ ഒക്കെ ഭയങ്കര സ്മെല്ലുണ്ട്. പക്ഷെ അതിനേക്കാളപ്പുറം ഞാൻ ആ കട്ടിലോട്ട് നോക്കിയപ്പോ തേജസ് വാരി ചുറ്റിയ ഒരു അമ്മ ആ കട്ടിലേക്ക് കിടക്കുക. സിൻസിയറായിട്ട് ഞാൻ പറയാം കേട്ടോ, അത്രയും ശോഭയുള്ള മുഖം ഞാൻ ഈ അടുത്ത കാലത്തൊന്നും, അത്രയും ശോഭയുള്ള മുഖം ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇവിടെ വന്നിട്ടും കണ്ടില്ലേ? ഇവിടെ വന്നിട്ട് ഒട്ടും കണ്ടില്ല. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. ഞാൻ അമ്മച്ചി സത്യത്തിൽ ഒരു വാക്ക് പ്രാർത്ഥിക്കാനാണ് വിളിച്ചത്. ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററെ ഒരു 10 മിനിറ്റ് ഞാൻ സംസാരിച്ചോട്ടെ? പാസ്റ്റർ ചോദിച്ചു 10 1 മണിക്കൂറോ സംസാരിച്ചു. ഒരു സ്റ്റൂള് ഞാൻ അങ്ങോട്ട് വലിച്ചിട്ടു, വറങ്ങിലിരിക്കുന്ന ഒരു കയ്യാ. ആ കൈക്കകത്തേക്ക് ഞാനിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് വെച്ചു, എന്നാണ്ട് അമ്മച്ചി വിശേഷമൊക്കെ? അമ്മച്ചി പറഞ്ഞു സന്തോഷമായിരിക്കുന്നു. മക്കളേതാടാ? ഞാൻ പറഞ്ഞ ഒരു കൊച്ചു പാസ്റ്ററാ. പേരെന്നാടാ മോനെ? ഞാൻ പറഞ്ഞ അഭിമന്യു എന്നാ. പേര് കേട്ടപ്പോ സാക്ഷി അറിയണം. എനിക്കാണ് എന്റെ സാക്ഷ്യം പറയണമെങ്കിൽ 1.5 മണിക്കൂർ വേണം താനും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. അപ്പൊ അമ്മച്ചി ഞങ്ങളിങ്ങനെ സംസാരിച്ചു കൊടുത്തു, ഒരു ആത്മീയ ബന്ധത്തിലേക്ക് വന്നു. ഞാൻ പ്രാർത്ഥിച്ചു പിരിയാൻ നേരം അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി ഒരു കൊച്ചു സംശയം ചോദിച്ചോട്ടെ? അമ്മച്ചി ചോദിച്ചു മക്കൾക്ക് എന്നാടാ അറിയണ്ടേ? ഞാൻ പറഞ്ഞു അല്ല, കഴിഞ്ഞ 6 വർഷമായി അമ്മച്ചി യോഗത്തിൽ പോയിട്ട് ഈ ബെഡിൽ നിന്ന് എഴുന്നേറ്റിട്ട്, വാട്ടർ ബെഡ് അതിനകത്താണ് കിടക്കുന്നത്. സ്തോത്രം. മക്കളാ വന്ന് പ്രാഥമിക ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. എന്നിട്ടും അമ്മച്ചിയുടെ മുഖത്തന്നെ ഇത്ര ശോഭ. സ്തോത്രം. അമ്മച്ചി എന്നോട് പറയാ, മകളെ 6 വർഷമായിട്ടല്ലേ ഉള്ളൂ കിടക്കയിലായിട്ട്, പക്ഷെ അതിനേക്കാൾ മുമ്പ് എല്ലാ യോഗത്തിലും ഞാൻ ഓടി നടക്കുമായിരുന്നടാ. എല്ലാ മീറ്റിങ്ങിലും ഞാൻ ചെന്നിരിക്കും. അത് എവിടെയാണെന്നറിയാമോ? നമ്മളാണെങ്കിൽ കസേരയിലൊന്നുമില്ല, സൺഡേ സ്കൂളിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ റോയ ഉണ്ടല്ലോ, അവിടെ ചെന്ന മുട്ടങ്ങ് മടക്കും. എന്നിട്ടൊരു ഇടിവെട്ട് ആരാധനയുണ്ട്. തിരിച്ച് അമ്മച്ചി അടുത്ത പറഞ്ഞ പദമാണ് എന്റെ മനസ്സിൽ ഞാൻ കൂറിയിട്ടത്. കഴിഞ്ഞ 6 വർഷമായിട്ട് എനിക്ക് യോഗത്തിൽ പോകാൻ പറ്റുന്നില്ല, എന്റെ ശരീരം ഉടഞ്ഞുപോയി, ഞാൻ കിടക്കയില്ല, പാതി പാരലൈസാ. പക്ഷെ മക്കൾക്കറിയാമോ, ഞാൻ കിടക്കയിലായതിന്റെ പിറ്റേ ദിവസം പ്രഭാതത്തിൽ 4:30 എന്നൊരു സമയം ഉണ്ടെങ്കിൽ എന്റെ ഉടയവൻ എന്റെ റൂമിലോട്ട് ഇറങ്ങി വരും. സ്തോത്രം. അവൻ എന്റെ കൂടെ കുറെ നേരം ഇത് സംസാരിക്കും. എനിക്കൊരു കാര്യം മനസ്സിലായി അച്ഛാ, പറ്റുന്ന കാലത്ത് ഓടി നടന്നവൾക്ക് വേണ്ടി പറ്റാത്ത കാലത്ത് ദൈവം ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതിന്റെ പേരാണ് പാണ്ടികശാല എന്ന് പറയുന്നത്. ഈ ദൈവസഭയിലെ ദൈവമക്കളെ നോക്കി ഞാൻ ആത്മാവിൽ പ്രബോധിപ്പിക്കുക. നിങ്ങൾ ഇന്ന് 10 യോഗത്തിൽ ഇരുന്നാൽ, ദൈവ സാന്നിധ്യത്തിനകത്ത് ഇരുന്നാൽ, നിങ്ങൾക്ക് പറ്റാത്ത കാലത്ത് ദൈവം നിങ്ങൾ അടുക്കൽ ഇറങ്ങി വരൂ. ഇത് ഇരുന്നതിനെ ഓർത്ത് ദൈവം മാനിക്കുമെന്ന്. ക്ഷാമത്തെ ജയിക്കാനുള്ള 3-ാമത്തെ വഴി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ക്ഷാമത്തെ ജയിക്കാനുള്ള 3-ാമത്തെ വഴി 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 1-ാമത്തെ വാക്യം. 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അപ്പോൾ എലീശ യഹോവയുടെ അരുളപ്പാട് കേൾക്കുവിൻ, നാളെ ഈ നേരത്ത് ശമരിയുടെ പടിവാതിക്കൽ ഗോതമ്പ് യവം വെക്കും. 2 രാജാക്കന്മാർ 7-ന്റെ 1. അപ്പോൾ എലീശ യഹോവയുടെ അരുളപ്പാട് കേൾക്കുവിൻ, നാളെ ഈ നേരത്ത് ശമരിയുടെ പടിവാതിക്കൽ ശെക്കേലിന് 1 സെയാ ഗോതമ്പുമാവും ശെക്കേലിന് 2 സെയാ യവവും വിൽക്കും എന്ന്
യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ബൈബിളെല്ലാം അടച്ചോ, ബൈബിളുകളെല്ലാം അടച്ചോ. കൊടികുത്തി വാഴുന്ന ക്ഷാമം. ശമരിക്കകത്ത് ഒരു തരി നന്മയില്ല. ശ്രദ്ധിച്ചത് കേട്ടോണേ. കഴുതത്തല പണം കൊടുത്തു മേടിക്കണം, പ്രാവിന്റെ കാഷ്ടം പൈസ കൊടുത്തു മേടിക്കണം, മക്കളെ പുഴുങ്ങി തിന്നുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ പ്രവാചകൻ തന്റെ അടുത്തോടെ വന്ന് പറയാ, ശമരിയുടെ പടിവാതിക്കൽ നോക്കി ഞാൻ പ്രവചിക്കാൻ പോവാ. എന്നാ, നാളെ ഈ നേരെത്തുമ്പോ ഈ ക്ഷാമം ദൈവം അഴിച്ചിരിക്കും. സ്തോത്രം. ക്ഷാമത്തെ ജയിക്കാനുള്ള മൂന്നാമത്തെ പോംവഴി ഞാൻ പറയാം. ആ ക്ഷാമത്തെ നോക്കി നീ കൽപ്പിക്കണം, ആ ക്ഷാമത്തെ നോക്കി നീ പ്രവചിക്കണം. നാളെ ഈ നേരമാകുമ്പോ എന്റെ ചില ഡ്രൈനസുകൾ ദൈവം അഴിച്ചു മാറ്റോ. നാളെ ഈ സമയമാകുമ്പോ എന്റെ ജീവിതത്തിൽ ചില ക്ഷാമത്തിന്റെ കെട്ട് ദൈവം അഴിച്ചു മാറ്റോ. ഹേ പിശാചേ, കഴിഞ്ഞ 6 വർഷമായി, കഴിഞ്ഞ 8 വർഷമായി, കഴിഞ്ഞ 1 കൊല്ലമായി എന്റെ ജീവിതത്തിൽ ഡ്രൈനസ് മാത്രമേ വെച്ച പൈശാചിക ശക്തികളോട് പറ, നാളെ ഈ നേരമാകുമ്പോ. ഞാൻ ഇന്ന് രാവിലെ ഈ സഭയുടെ നടുവിൽ നിന്നുകൊണ്ട് വിശ്വാസത്തോടെ പ്രവചിക്കുകയാണ്. ഈ 7-ാം മാസം നാളെ 30-ാം തീയതി എത്തുമ്പോ, ഈ സമയം ഉച്ചയ്ക്ക് 12:10 ആകുമ്പോ, കഴിഞ്ഞ കുറെ വർഷങ്ങളായി പിശാച് ഡ്രൈനസ് വിതച്ച രൂക്ഷതയുടെ അന്തരീക്ഷം തമ്പുരാൻ അഴിച്ചു ദൂരെ കളയും. നാളെ ചില കൊയ്ത്തവിടെ നടക്കാൻ പോവുക. നാളെ ചില കൊയ്ത്തവിടെ നടക്കാൻ പോവുക. നാളെ ചില യവോടെ വിൽക്കാൻ പോവുക. നാളെ ചില ഗോതമ്പ് അവിടെ വിൽക്കാൻ പോവുക. കഴുതത്തല പണം കൊടുത്ത് വാങ്ങിക്കേണ്ട ഗതികേടിൽ ഞങ്ങൾക്ക് ഉണ്ടാകത്തില്ല. യേശുവിന്റെ നാമത്തില്. ഓ റബല സിറ്റിരിയ ലഖേനി റാംസ്മോലിയ റേഖേലിയ ലസ്തേരിയ ദലേ